ഇനി വാപ്പ എന്തെല്ലാം ഐഫോൺ കൊണ്ട് നിർത്തി പുള്ളൊക്കെ അറിയുന്നു. ഇതിനെ മേടിച്ചിട്ട് മാത്രം മൊബൈൽ തൊടണ്ട. അബക്കറക്കന്റെ പുരക്ക് ആരും പോകാൻ പാടില്ല. എന്തേ? ഇയാൾക്കും അബക്കറക്കും ശരിയില്ല. ഇനി എന്ത് ശരിയില്ലെങ്കിൽ ഇസ്ലാമിൽ മുണ്ടാതിരിക്കാനുള്ള നാള് 3 നാൾ. എത്ര പേരെ ഗലാട്ടായെങ്കിൽ 3 നാൾ അരസാക്കണം. 4ാമത്തെ നാൾ ആണെന്ന് മുന്നേ വെച്ച് മുണ്ടോ. പക്ഷെ അവരെ പോയി ഇപ്പുറത്തേക്ക് വന്നവർക്ക്, അവരെ കിടാവിന്റെ പാമ്പർസ് ഇപ്പുറത്തേക്ക് മാറിയവർക്ക് ചില്ലറ വിഷയത്തിന് ഗലാട്ടാക്കിയിട്ട് അപ്പുറത്തെ പരക്കാരിൽ ഇപ്പുറത്തെ പരക്കാരിൽ അരസാക്കിയിട്ട് വർഷങ്ങളോളം ഇരിക്കുന്ന കുടുംബം ഉണ്ടാവും. ഈ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മക്കൾക്ക് കിട്ടുന്ന നിർദ്ദേശനം അവിടേക്ക് പോകാൻ പാടില്ല. ആ പിള്ളേരൊക്കെ കൂടണ്ട. ബാപ്പ പറയുന്നു, ഉമ്മ എന്തിന്? അത് ഒരർശം തീർക്കാൻ വേണ്ടി. അതായത് ദിനിയായതും അല്ല. ഇത്തരത്തിലുള്ള കുടുംബം ഇതും പോക്കാണ്. നമ്മളത് ഇങ്ങനെ അല്ല ഉസ്താദെ. റെഡി, മുന്നേ പോയി അപ്പുറം പോയി. 3ാമത്തെ ഒരു കുടുംബമുണ്ട്. അവിടെ അത്യാവശ്യമായിട്ട് ചെറിയ ദീനെല്ലാം ഉണ്ട്. നിസ്കരിക്കുന്നു, പിള്ളേരെ നിസ്കരിപ്പിക്കുന്നു, മദ്രസ കടത്തുന്നു, വഴങ്ങു പരിപാടിക്കെല്ലാം കൂടുന്നു, പിന്നെ പള്ളിക്ക് വത്തിക കൊടുക്കുന്നു, അതുപോലെ സ്വലാത്തിന്റെ മജീസിക്കെല്ലാം പോകുന്നു. എല്ലാം അത്യാവശ്യമായ ദീനിയായ വിഷയന്റെ ബാപ്പക്കും ഉമ്മക്കും ഉണ്ട്. അവിടുത്തെ പ്രോബ്ലം വന്നിട്ട് ചെല്ലെങ്കിൽ ആ പൊരന്റെ ഉള്ളിലുള്ള പുള്ളക്ക് അമിതമായ സ്വാതന്ത്ര്യം ഓർമ്മ കൊടുക്കുന്നു. അതായത് പുള്ളോട് ചെല്ലിയ പോലെ ഉമ്മയും ബാപ്പയും. ഉദാഹരണം, അയിമ സുബൈ കണിച്ചിട്ട് പിണ്ടിയാക്കാൻ എയ്മ ഉമ്മ. അങ്ങനെ അയിമ ഇങ്ങനെ ചുട്ടിട്ട് അങ്ങനെ പിണ്ടി കുറെ ടൈപ്പില്ലേ. കൈയിട്ടിട്ടാക്കുന്നത് നമ്പർ 1 പിണ്ടി, കാലിന്റെ വേറിട്ടിട്ടാക്കുന്നത്, ആ വലിയ ബായിൻ്റെ കൈ മധ്യാവത്തിലേക്ക് കാൽ, അങ്ങനെ. അപ്പൊ ഏതെങ്കിലും ഒരു ടൈപ്പിന്റെ ഒരു പിണ്ടി അയിമ ആക്കുന്നത് ഇങ്ങനെ. അപ്പോഴാണ് ഇങ്ങനെ ഉറക്ക് നടിച്ചിട്ട് വരുന്ന മോ എന്നിട്ട് ഉമ്മ ഇന്ന് അപ്പം, ഇന്ന് പിണ്ടിയാ. ആ പിണ്ടി വേണ്ട ഇന്ന്, പിന്നെ ഇന്ന് സാമയോ. അല്ലമ്മ, ശ്യാമന്റെ ആ തിരിക്കുന്ന സാധനം ഇവിടെ ഇല്ലല്ലേ. അതൊക്കെ അറിയാം. ഇന്ന് ശ്യാമനാണ്. ഇവക്കിഞ്ഞി ഐസോ നിന്റെ അവിടെ തിരിക്കുന്നുണ്ടാണാ? എന്തമ്മ എന്റെ കിടാവ് ശ്യാമനാണല്ലോ, ഇവിടെ ഇല്ല. അപ്പുറത്ത് പോയി നെഫ്സ നിന്റെ അവിടെ ഉണ്ടാണാ? ഇങ്ങനെ കിടാവിന്റെ വാക്ക് കേട്ടിട്ട് ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം 4-5 പരക്ക് വന്നു. പുറത്തൊരു ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡേറ്റാവും 18-ാം താരീഖ് നാറാസംഘം ആക്കാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. മൂത്തപ്പ, കുഞ്ഞപ്പ, എല്ലാ അപ്പന്മാർക്കും അല്ലേ ഓക്കെ ആയി, വരക്കാർക്കും ഓക്കെ ആയി, ഡിക്ലെയർ ആയി. അത്രയുമാണ് ഓൻ വരുന്നത്. 13 വയസ്സുള്ള 15 വയസ്സുള്ള ചെക്കം. എപ്പം ആ ഫംഗ്ഷന്? അത് 18 താരീഖ് നാറാസംഘം. അന്ന് വേണ്ട. എന്തേ? അന്ന് എനിക്ക് ടൂർണമെന്റ് ഉണ്ടോ, അന്ന് എനിക്ക് മാച്ചിന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, ഓന്റെ ആവശ്യമാണ് ഓൻ അവിടെ വെക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതല്ലോ ഓനാന്നില്ല എന്താക്കുന്നത്. അപ്പൊ ചേച്ചാക്കാം. ഇങ്ങനെ പുള്ളൊരു വാക്ക് കേട്ടിട്ട് തീരുമാനങ്ങൾ മാറ്റിയെടുക്കുന്ന വീട്, ഇത് അപകടകരമാണ് മാത്രമല്ല, ഏകദേശം ഒരു 13-14 വയസ്സിന്റെ മീത്തൊക്കെ ഈ പുള്ളറെത്തുമ്പോ പിന്നെ ബാപ്പയും ഉമ്മയും ഈ കിടാക്കളെ അനുസരിക്കേണ്ടി വരും. ഓറ് ചെല്ലിയത്, ഓറാക്കിയത്, പിന്നെ ബായ് തുറക്കാൻ വിടുന്നില്ല. 17-18 എത്തിയെങ്കിൽ പിന്നെ ബാപ്പ ചെല്ലലില്ല. ബാപ്പ ഞാൻ ചെല്ലിട്ട് പുള്ള കേൾക്കുന്നില്ല ഉസ്താദെ, നിങ്ങൾ ദ്വാരക്കി വടക്ക് ദ്വാരക്കുന്ന അത് ദ്വാരക്കേണ്ട സ്റ്റെപ്പല്ല കഴിഞ്ഞിനി. ചെറിയ ഇരിക്കുന്ന ആ സമയത്ത് തന്നെ ആ പുള്ളോക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ ഈ പൊരന്റെ ആളെന്നെ, നമ്മളെ മക്കൾ തന്നെ, നിങ്ങൾ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തന്നെ. പക്ഷെ വലിയ ചോദിച്ചാൽ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഇങ്ങ കുറേ ചെല്ലാൻ പാടില്ല. എന്നിട്ട് ഓരോ പിന്നെ പിരിസം കാട്ടലോട് കൂടെ വിഷയം അങ്ങനെയല്ല ഇങ്ങനെ എന്ന് ഓരോ തിരുത്തിയെങ്കിൽ ഓക്കെ, നല്ലൊരു മക്കളായിട്ട് ആ മക്കൾ വരും. ഇതാണ് 3ാമത്തത്. നമ്മളെ പേരിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ റൈറ്റ് ഇടാം, അല്ലെങ്കിൽ 4ാമത്തേക്ക് പോയി 4ാമത്തെ ഒരു ഫാമിലി. നാട്ടിൽ അത്യാവശ്യമായിട്ട് ദീനി ഫാമിലി എന്നറിയപ്പെടുന്ന ഫാമിലി. അവരങ്ങനെ അവർ മാഷാ അല്ലാഹ് നല്ല ദീനി, അവരുടെ കുടുംബം ഭയങ്കര ദീനി. ഇങ്ങനെ ചെല്ലുന്ന ഫാമിലി. ബാപ്പയാണെങ്കിലും നല്ല സ്ട്രിക്റ്റ്. അയാൾ വക്തിന് 5 വക്തിന് പള്ളിക്ക് പോകും. ഉമ്മ കറക്റ്റ് നിസ്കരിക്കും, മക്കളെ നിസ്കരിപ്പിക്കും. മോന്തിക്ക് മഗ്‌രിബ് നിസ്കരിച്ചിട്ടായിട്ട് തബാറക്കം വാക്യം കറക്റ്റ് അവിടെ നടക്കുന്നു. ദിക്റിന്റെ മജ്‌ലിസിലേക്ക് ബാപ്പ ഉണ്ടാവും, വയലും കാര്യം ഉണ്ടാകുമ്പോൾ അയാൾ ഉഷാറായിട്ടുണ്ടാവും. എല്ലാം ഓക്കെ, ദീനിയായിട്ട് തന്നെ നല്ല നിലക്കുകൾ ഓക്കെ. പക്ഷേ പുള്ളക്ക് സ്വാതന്ത്ര്യം ചെലുന്നത് അവിടെ ഇല്ല. എവിടെ വേറെ പോലീസിസമാണ് ആ പൊരണ്ടി. അതായത് ബാപ്പ ഒരു പോലീസ്. ബാപ്പ ചെല്ലുമ്പോൾ പിള്ളേർ വിറക്കുന്നു, ഉമ്മ ചെല്ലുമ്പോൾ പിള്ളേർ മൂത്രബിന്ദു മേടിച്ചിട്ട് ഇത്തരത്തിലുള്ള വരച്ച വരലി. എൻ്റെ മക്കളെ ഞാൻ ചെല്ലു പോലെ കേൾക്കുന്നു, അവരെ പന്തോന് വിടുന്നില്ല ഞാൻ. ഇങ്ങനെ ചെന്ന ചില ബാപ്പന്മാരുണ്ടാവും അല്ലേ? ഇതും പോക്കാണ്. എന്തുകൊണ്ട്? കൂടുതൽ ഒളിച്ചോട്ടം നടക്കുന്നത് ഇത്തരത്തിലുള്ള കുടുംബത്തിൽ നിന്നാണ്. അവരെ ഫാമിലിയിൽ പാഞ്ഞതാ. അവർ നല്ല ദീനിയല്ലേ പോവാം,
അവരുടെ വലിയ വലിയ ആചാർമാരല്ലേ ബാബ. സാധാരണ ചെന്ന് കേട്ടിട്ടില്ലേ, ഒളിച്ചോട്ടം നടക്കുന്നത് ഇത്തരത്തിലുള്ള ഫാമിലിയിൽ നിന്നാണ്. ചെറിയൊരു ടൈം കിട്ടിയെങ്കിൽ വലിയ തെറ്റിലേക്ക് ആ പുള്ള ഇങ്ങനെ കാത്തു നിൽക്കും. ഓരോ കൈക്ക് മൊബൈൽ കിട്ടുന്നേയില്ല, TV നോക്കാനേ വിടുന്നില്ല. തെറ്റിന്റെ എല്ലാ ഭാഗത്തും അടച്ചിട്ട് ഒരു കളിക്കാൻ ചെല്ലു, മതി കളിച്ചത്, എത്ര മൊബൈൽ നോടെ നിങ്ങൾ. കളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പുറത്തില്ല പോകാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒരു ചെറിയൊരു ചിരിക്കാനുള്ള മതിന കണ്ണുപുള്ള എന്ത് തൊട്ടനും പിടിച്ചനും റൂൾസ് നിപ്പിച്ചിട്ട് അടക്കിയിരുത്തുന്ന ബാപ്പയും ഉമ്മയും. ഈ കുടുംബത്തിലുള്ള മക്കളെ ബാപ്പ ഇല്ലാതാവാൻ വേണ്ടി കാക്കുന്ന ഉമ്മ. ബാപ്പ ഇപ്പൊ ബാംഗ്ലൂർക്ക് പോന്നേ, അപ്പ കേൾക്കുന്ന പിള്ളേർ ബാപ്പ ഇപ്പൊ ഉമ്മ പോന്നേ. അല്ലെ ഉമ്മ നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങളെ ഉമ്മ ലോകത്തേക്ക് നിങ്ങൾ എപ്പോ പോന്നേ? നിങ്ങൾ പോയി ഞങ്ങൾ ചണ്ടെന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഞങ്ങൾ ചണ്ടെന്ന സമാധാനത്തിലിരിക്കുന്നു. ഇത്രക്കും സ്വാതന്ത്ര്യമില്ലാതെ ദമ്മ് കെട്ടിയ കുടുംബം അതങ്ങനെ ചെയ്യരുത്. ചെറിയൊരു ഫ്രീഡം നമ്മളെ മക്കൾക്ക് വേണം. കുറച്ച് കളിക്കട്ടെ. ഇതിനെപ്പറ്റി ചെല്ലുമ്പോൾ കുറേ ചെല്ലാനുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള കളിക്ക് നിസ്കാരം കളാക്കുന്ന കളി അല്ലെങ്കിൽ ദീനിനെ മറന്നിട്ടുള്ള ഈ കളിയല്ല ഞാൻ ചെന്നത്. കുറച്ചും ഒരു അരമണിക്കൂർ ജാണ്ടി കളിച്ചെങ്കിൽ എന്താവാനില്ല, അപ്പുറത്ത് പോയിട്ട് മുണ്ടെങ്കിൽ എന്താവാനില്ല. ഇതിപ്പോൾ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ബന്ധങ്ങൾ, പിടക്ക് ബന്ധമൊന്നുമല്ല. അതുപോലെ കിടാവ് സ്കൂൾ അടക്കിയിട്ട് വരുന്നു. എത്ര വയസ്സാവട്ടെ, 4 വയസ്സ്, 5 വയസ്സ്, 15 വയസ്സ്, 18 വയസ്സാണ്. വരുമ്പോൾ അത് വച്ചിട്ടാണ് വരുന്നത്. സുബൈന്ന് മൂന്തിയോളം പഠിച്ചിട്ട് തലച്ചോറിന് പണി കൊടുത്തിട്ടാണ് ക്ഷീണിച്ചിട്ട് വരുന്നത്. വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബാഗിൽ ഇങ്ങനെ വച്ചോട് വന്ന് സോപ്പലിട്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് സിറ്റൗട്ടിലിട്ട്, അല്ലെങ്കിൽ കുറുസിന്റെ മേൽക്കെറിഞ്ഞ് കിടക്കൻ്റെ മേൽക്കിട്ട് അപ്പൊ ഇയാൾ സൂറാക്കുന്നത്. ബാസ ഇല്ലാത്തത് അവിടെയാണ് ബാഗ് വെക്കേണ്ടിയ. എപ്പോഴും തൂക്കുന്നുണ്ടോ? തൂക്കൂല. സ്കൂൾ അടക്കിട്ട് വരുമ്പോ ബാപ്പാന്റെ ബായിൽ നിന്ന് കേക്ക് അപ്പോഴും പറച്ചാണ്. ശരി, സ്കൂൾക്ക് പോകുമ്പോ സ്വബൈക്കോ ഇങ്ങനെ മേക്കപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നുണ്ട്. പെണ്ണ് കിടാവിന് 8ാമത്തെ വയസ്സിൽ സൗന്ദര്യവാസന തുടങ്ങുന്നു. സൗന്ദര്യവാസന ചിലങ്ങും ഞാൻ ചന്തം കാണണം, ഞാനൊരു നല്ലൊരു സ്മെല്ല് പറഞ്ഞു, ഞാൻ ആളെന്നൊരു ഷൈനിങ് ആവണം. ഈ ഒരു വാസന അത് എല്ലാ പെണ്ണുങ്ങൾക്കുണ്ട്. ഞാൻ വല്ല അനുഭവിച്ചതല്ല. മംഗളത്തിന് പോകുമ്പോൾ ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടിയാണ് ഇതിനെ ഉടുക്കണമെങ്കിൽ. അത് ഞമ്മ പറഞ്ഞ് എത്ര ചമയുന്നാണ്. ശരി, അത്രയും 1.5 മണിക്കൂർ ചമഞ്ഞു വെക്കാം. അതിന്റെ മേൾക്ക് മുറുക്ക ഇട്ടിട്ടല്ല പോകുന്നത്. എസ് ആൾക്ക് പോയിട്ടായിരുന്നു മൂത്ത വല്ല വളമംഗാലം. ശരി, ഇത്രണ്ട് 1.5 മണിക്കൂർ ചമഞ്ഞിട്ട് മുറുക്ക ഇട്ടിട്ട് പോയി അവിടെ പോയിട്ട് എന്താക്കുന്ന 10 മിനിറ്റ് ചോറ് വെച്ച് ഞങ്ങൾ വരുന്നാവാം, ദ്വാരക്കാവാം. അത് ചെല്ലാൻ വേണ്ടി ഇത്ര നേരം സമയം ഉണ്ട്. മൊത്തത്തിൽ വിഷയത്തില്ലെങ്കിൽ പെണ്ണിന്റെ ഉള്ളിൽ ഒരു സൗന്ദര്യവാസന ചെന്നൊരു പ്രകൃതി അള്ളാഹു തല വെച്ചില്ല. 8 വയസ്സാകുമ്പോൾ തുടങ്ങും. അതിന്റെ ലക്ഷണമാണ് പൂന്റെ തൈ നടന്നേ, നിലം തോട്ടുന്നേ, എന്തെങ്കിലും ഗലീജി കണ്ടെങ്കിൽ അപ്പൊ ഇത് കൂടെ ഇങ്ങനെ ആക്കിനെ അപ്പൊ ക്ലീൻ ആക്കുന്നേ. ഇതല്ല സൗന്ദര്യവാസനത്തിന്റെ ഭാഗം. ഇത് ഉള്ള ഒരു കിടാവു 8 or 10 വയസ്സുള്ള ഒരു കിടാവു കുറച്ചും ചന്തായിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ അവളാരിക്ക് കണ്ടിരുന്നെങ്കിൽ കുറച്ച് ചിരിക്കണലുണ്ട്. ഞാൻ സ്വന്തം കാണുന്ന എന്നിട്ട് അവളോളെന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ടുണ്ടാക്കിയിട്ട് സ്കൂൾക്ക് ഭർത്താൻ വെക്കും. സ്കൂളിന്റെ ഗാഡി വന്നു, ബാപ്പാന്റെ പറച്ചട്. ബാസയില്ലാത്തത് എത്ര നേരം ഓർമ്മയാക്കുന്നവിടെ നിനക്ക് പോനാന്നില്ലേ? നീ എന്താ മംഗളത്തിന് പോന്താ അല്ലെ? പൊരന്ന് പുറത്താൻ വെക്കും ബാപ്പാന്റെ പറച്ചള്, പൊരക്ക് വന്നിട്ട് കൂടും വെക്കും ബാപ്പാന്റെ പറച്ചള്. ഇത് മുറിവുകളായി ആ കിടാവിന്റെ മനസ്സിൽ ബാക്കിയായി ഒരു ഗായ. പറയുന്നത് ആർക്കും ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഹയാത്ത് ഇസ്ലാം മദ്രസന്റെ പേരൻസുമാർക്കെല്ലാം ഒരു നാറാസം നിന്ന് സ്വബയിന്ന് ഉച്ചോളം ക്ലാസ് വെച്ച്. ക്ലാസ്സിന്റെ മാറ്റർ എന്തറിയോ? നിങ്ങളെ 1.5 മണിക്കൂർ പറയുന്ന ഉസ്താദൂടെ ഇങ്ങനെ നിന്നിട്ട് 1.5 മണിക്കൂർ നിങ്ങളെ പറയുന്നതിന് പച്ച തെറി പറയുന്നത്. ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് കൊത്തുണ്ട്, നിങ്ങൾ വരുവാൻ അടുത്ത് പിരാതിറ ചെല്ലത നമ്മളെ പറച്ചോൾ തിന്നാൻ വേണ്ടി നമ്മൾ പോണ. ഇതുപോലെ പറച്ചോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ മക്കളും ഇഷ്ടപ്പെടുന്നില്ല. ആ പറച്ചോളൊരു മുറിവായിട്ട് വരെ മനസ്സിൽ ബാക്കിയായി. എന്നിട്ട് ഈ കിടാവ് സ്കൂൾക്ക് പോകുമ്പോൾ 15 or 16 വയസ്സുള്ള കിടാവ് സ്കൂൾക്കോ കോളേജിലേക്ക് പോയപ്പോ ഒരു ചക്കം കണ്ട്, വാവ് എന്ത് ചന്ദന നീ നോക്കി. നേരത്തെ ഉണ്ടായ മുറിവിന് ഒരു മുലാമ്. ഇതൊക്കെ ഇഷ്ടായി മാത്രമല്ല, മനസ്സിനുണ്ടായ സന്തോഷം 24 മണിക്കൂർ അവന്റെ മനസ്സിൽ അങ്ങനെ ചുറ്റിക്കടന്നുണ്ടാവും. നിങ്ങൾ ഒരു ആചാരപരക്ക് പോയി അയാൾ നിങ്ങൾക്ക് ഒരു 1000 രൂപ കേസ് കിട്ടും, സന്തോഷമാവല്ലേ? പിന്നെ സന്തോഷമാവും. ഈ സന്തോഷം ഉണ്ടല്ലേ ഉച്ചക്ക് നിങ്ങൾക്ക് ഓർമ്മയാവും, അസർക്ക് ഓർമ്മയാവും, ജാവും ഓർമ്മയാവും. ആ 24 മണിക്കൂറിന്റെ സമയം വരെ ഇന്നലെ ആചാര കീസ കിട്ടത് ഓർമ്മയാവും, സന്തോഷത്തിന്റെ ബാക്കി. അപ്പൊ ഇന്ന് സ്കൂൾക്ക് പോയ പെണ്ണ്, കോളേജിലേക്ക് പോയ പെണ്ണ് ഒരു സന്തോഷത്തിന്റെ വാക്ക് കിട്ടിയപ്പോ മനസ്സിൽ ഇങ്ങനെ അരയടിച്ചുണ്ടാവും. നാളെ ഓനെ കാണാൻ
ആ സന്തോഷത്തിന്റെ വാക്ക് കേൾക്കാൻ, ആ ഒന്ന് മുഖം നോക്കാൻ, അത് മനുഷ്യന്റെ സഹജ ഗുണം. അതുകൊണ്ടാണ് 4, 5, 6 പ്രാവശ്യം ഇങ്ങനത്തെ ഒരു മീട്ടപ്പ് നടന്നെങ്കിൽ, ഒരു ചിരി നടന്നെങ്കിൽ പെണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൻ്റെ വരക്ക് വീണു. ഒരിടത്ത് ക്ലാസ് എടുക്കാൻ പോയി, ഉമ്മന്റെ മഹത്വം ബാപ്പന്റെ മഹത്വം ചെത്തി പുള്ളോരെയും പേരൻസിനെയും കരയിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ലാസ്റ്റൊക്കെ വന്നിട്ട് ഒരു പെണ്ണ് കിടാവ് ചൊല്ലി, ഉസ്താദ് എൻ്റെ ഉമ്മ മരിക്കും ദ്വാരക്കണം, ഞാൻ എൻ്റെ ഉമ്മ മരിക്കുന്ന ദ്വാരക്ക് എന്താ അങ്ങനെ ചൊല്ലി നീ? എൻ്റെ ഉമ്മക്ക് എൻ്റെ ഫിർസന്നല്ലേ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഈ ചെറുത് കേൾക്കുമ്പോൾ എല്ലാം ഞാൻ വിചാരിച്ച ഉമ്മ ഭയങ്കരത്തി, പക്ഷെ ഈ സ്വഭാവം ഉമ്മൻ്റെ ഇല്ല. ഒരു കിടാവ് ചെന്ന് വന്നിട്ട് എന്തുകൊണ്ടാ കിടാവ് അങ്ങനെ ചെല്ലാനുള്ള കാരണം എന്ത്? കിടാവിന്റെ മനസ്സിൽ ഗര ബര ബ്ലേഡ് മുറിച്ചതുപോലത്തെ വാക്ക് തന്നെ ഡെയിലി കേൾക്കുന്നത്. സന്തോഷത്തിന്റെ വാക്ക് ഉമ്മാന്റെ വായിൽ കേൾക്കുന്നില്ല, ബാപ്പാന്റെ വായിൽ കേൾക്കുന്നില്ല. അതുകൊണ്ട് കുട്ടി വെറുത്തു, ഉമ്മൊന്ന് മരിച്ചു കിട്ടിയെങ്കിലേന്ന്. അപ്പോഴാണ് ഇതുപോലത്തെ വാക്ക് വാവ് ബ്യൂട്ടി എന്ത് ചന്ദന തുടങ്ങുന്നത്. അങ്ങനെയാണ് കുട്ടികൾ ലവിന്റെ ബലല് വീണേ. ഒരു മദ്രസക്ക് ക്ലാസ് എടുക്കാൻ പോയി, വലിയ മദ്രസ, കുറെ പുള്ളൂറും വില പെണ്ണു പുള്ളൂറും. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടുത്തെ ഉസ്താദ് ശരി ഉസ്താദ് നീ ചൊന്ന യാറത്തെ വിഷയം കൂടെ ഉണ്ട്. ഏതുമ്മ നീ ലൗറ വിഷയമല്ല ചൊന്നാറല്ലേ, അത് കൂടെ ഉണ്ട്. നന്റെ ക്ലാസ്സിൽ 5-8 മക്ക ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാ? അപ്പൊ ആ ഉസ്താദിന് കുറച്ച് ട്രിക്സ് ചൊല്ലി കൊടുത്തു. നിങ്ങൾ ആ സംശയമുള്ള പിള്ളേരെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാം ആക്കി, അപ്പൊ ചിലപ്പോൾ അവർ മനസ്സ് ചേഞ്ച് ആവും, അവർ ഉമ്മ ബാപ്പാനെ പിരിസം വെക്കും. അങ്ങനെ 8-9 പിള്ളേരെ വിളിച്ചിട്ട് ഉസ്താദ് അങ്ങനത്തെ ഒരു ക്ലാസ് എടുത്ത് പിന്നെ അവരെ ചെറിയ രൂപത്തിൽ കൗൺസിലിംഗ് നടത്തി. അതിന് 3 പിള്ള ചൊല്ലി, ഉസ്താദെ ബാപ്പ ഉമ്മറെ വേണമെങ്കിൽ നിങ്ങൾ വിട്ടുപുട്ടുക, അവങ്ങളെ വിടുക നിങ്ങൾ റെഡിയില്ല. നോക്കില്ല, നൊന്ത് പ്രസവിച്ചിട്ട് ഭംഗ വന്നിട്ട് പോറ്റി വളർത്തി ആ കിടാക്കളെ ഉമ്മയും ബാപ്പയും കിടാക്കൊക്കെ വേണ്ട. നടക്കാൻ പഠിപ്പിച്ചത് അയാൾ, ചിരിക്കാൻ പഠിപ്പിച്ചത്, നമ്മൾ ചിരി കണ്ടിട്ട് സന്തോഷിച്ചത്, അതിനെ ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് അയച്ചത്. നോക്കില്ല, നിങ്ങളെ കിടാവ് ചിരിക്കുന്നു, നിങ്ങളെ കിടാവ് നടക്കുന്നു, വീഡിയോ കോളാക്കിയിട്ട് കാട്ടുന്നു, എന്താ പിറക്കുന്നു. ഓരോരോ സ്റ്റെപ്പിലും നമ്മളെ ഉയർച്ചയിൽ സന്തോഷിച്ച ഉമ്മ, നമ്മളെ ഉയർച്ചയിൽ സന്തോഷിച്ച ബാപ്പ ഈ കിടാക്കൊക്കെ വേണ്ടാതാണ്. എന്തുകൊണ്ടു? അതാ നമ്മളെ ക്ലാസ്സിന്റെ വിഷയം. മക്കളോടുള്ള നമ്മളെ പെരുമാറ്റം, അതാണ് വലിയൊരു എഫക്റ്റ്. ആ പോലീസ് ആയതുകൊണ്ടാണ് മക്കൾ ആ രീതിയിൽ ആ ഭാഗത്തിലേക്ക് പോകാനുള്ള കാരണം. അപ്പൊ നമ്മൾ ക്ലച്ച് മാറ്റി പിടിക്കാം. എങ്ങനെ? സന്തോഷത്തിന്റെ വീട്, അതാണ് 5ാമത്തെ പേരൻസിങ്. 5ാമത്തെ ഒരു പേരൻസിങ് കൊണ്ടു അവിടെ അടിയില്ല, പറച്ചളില്ല, കുത്തുവാക്കിയില്ല, അപഹാസ്യങ്ങളില്ല, തമാസാക്കലില്ല. എന്നൊരാളുമായിട്ട് ഹൊന്താണിക്കാക്കി നീ എന്തിനാ അവന്റെ നോക്കൂ, നീ എന്തിനാ ഓളെ നോക്കൂ, ഇതെന്തും ആ കുടുംബത്തിലില്ല. ബാപ്പ ദീനിന്റെ ഗിട്ട, ഉമ്മ ദീനിയായിട്ട് ജീവിക്കുന്ന ആള്. ബാങ്കായ ഉടനെ ഉമ്മ നിസ്കരിക്കുന്നു, ബാങ്കായപ്പന്നെ ബാപ്പ നിസ്കരിക്കുന്നു. അതായത് നിസ്കാരം ബാക്കാക്കുന്ന ഉമ്മ എന്തോ അല്ല. ചിലപ്പോൾ നമ്മളെ പരൽ അങ്ങനെ ഉണ്ടാവും. ദൂര നിസ്കാരം അസറ നിസ്കാരത്തിന്റെ 10 മിനിറ്റ് മുന്നേ അല്ലല്ലേ. എല്ലാവരും നാട്ടിൽ സാധാരണ അങ്ങനെ ഉണ്ട്. പണിയെല്ലാം ആക്കി അയ്മന്റെ ദിനിയാവിന്റെ പണി തീരണില്ല. അത് ഓക്കെ, നമ്മൾ സമ്മതിക്കാം. സ്വബൈക്ക് ഒരു 4-4:30 മണിയാകുമ്പോൾ സ്വിച്ചിട്ടെങ്കിൽ ജാവ് 11 മണിയോളം ആ മോട്ടർ വർക്കായിക്കൊണ്ടാവും. തുണി കത്തുന്നതും നിലതോത്തുന്നതും അപ്പാക്കുന്നതും ചോറാക്കുന്നതും പിള്ളേരത് യാതീത് അതിൻ്റെ ഇടയ്ക്ക് വിരുന്നറ്, ഓർക്ക് സർബത്ത്, ഓർക്ക് ചോറ്, അസർക്ക് സ്കൂളാക്കിയിട്ട് വരുമ്പോൾ ഓരോ പണിയോടെ പണി. അതുമൊക്കെ സമ്മതിക്കാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കണായ വിവാദത്ത് പലതും മടങ്ങിപ്പോന്നു. അങ്ങനെ അവൻ വിടാൻ പാടില്ല. ബാങ്കായ ഉടനെ ബാങ്കായി മതി എല്ലാ പണി നിപ്പിക്ക്, ഫസ്റ്റ് നിസ്കരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ അയ്യുള്ള അമാലി അഫ്ളു, ഏറ്റവും ശ്രേഷ്ഠമായ അമലേത് നബിയെ? മുത്തുനബിന്റെ മറുപടി, സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കൽ. സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കൽ. ഇത്ര ശ്രേഷ്ഠമായ അമല് വേറെ ഇല്ല. നിസ്കാരം വലിയൊരു അമൽ തന്നെ. പക്ഷെ ആ നിസ്കാരം ബാങ്കായ ഉടനെ നിസ്കരിക്കുന്ന മഹത്വം തന്നെ വേറെ ഇബാദത്തിന് ഏരിക്കും ഇല്ല. ഇത്തരം മഹത്വമുള്ളതിനെ വിട്ടിട്ട് സമയം തീരണാവുമ്പോൾ ക്ലാസ്സിന് ദമ്മു കെട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ട് വേമ്പയും ദമ്മു കെട്ടിട്ട് പോയിട്ട് അതിൽ ഇക്കാമത്തുണ്ടാകുന്നില്ല, ശരിക്കുള്ള സൂറത്തുണ്ടാകുന്നില്ല. 5 മിനിറ്റുള്ള വാങ്ങും, യാമോനെ 5 മിനിറ്റുള്ളതാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാൾ നീട്ടിട്ട് ഇരുന്നിട്ട് കാൾ വത്തിട്ട് ബാങ്കായണ ഏത് വാങ്ക്? അസർ വാങ്ക്. ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്താതെ കൃത്യം സമയത്തിന് നിസ്കരിക്കുന്ന ഉമ്മ, കൃത്യം സമയത്തിന് നിസ്കരിക്കുന്ന ബാപ്പ, അവിടെ അടിയില്ല, പറച്ചളില്ല. ബാപ്പനെ കണ്ടിട്ട് പഠിക്കാൻ മക്കൾക്ക് വേണ്ടിയത്രയുണ്ട്. ബാപ്പ ചെല്ലേണ്ട ആവശ്യമില്ല.
ബാപ്പനെ കണ്ടിട്ട് പഠിക്കാനുള്ള സ്വഭാവം ആ പരലുണ്ട്, ഇബാദത്ത് ആ പരലുണ്ട്, ഖുർആൻ പാരായണം ആ പരലുണ്ട്. ഉമ്മന്റെ ഒന്ന് നോക്കിയിട്ട് പഠിക്കേണ്ടത് വെളുത്തുണ്ട്. ഇങ്ങനത്തെ ഒരു വീട്, അത്തരത്തിലുള്ള വീടുകളിലാണ് നല്ല സ്വാലിഹീങ്ങളായ മക്കളും വലിയ വലിയ ആലിമീങ്ങളും ഉമറ നേതാക്കന്മാരും തഖ്വ ഉള്ള ആളുകളും പുറപ്പെട്ടു വരുന്നത്, ജനിച്ചു വരുന്നത്, വളർന്നു വരുന്നത് ഇത്തരത്തിലുള്ള വീട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 4-5 വയസ്സുള്ള സമയത്ത് ബാപ്പ അഹമ്മദ് ഹാജി കിടാവിനെ പള്ളി കൊണ്ടുവന്നു. 4 വയസ്സിന് പള്ളി കൊണ്ടുവന്നാണ്. ഞങ്ങൾ പള്ളിയിലുള്ള പാടിട്ടുണ്ട് 7 വർഷത്തെ കിടകിന മക്കൾ പറവാറുന്നിട്ട്. അപ്പൊ എ പി ഉസ്താദ് 4 വയസ്സിലെ പോയിട്ട് തുള്ളണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ എ പി ഉസ്താദ് എന്ന ഈ ചെറിയ ചെക്കൻ, അബൂബക്കർ എന്ന ഈ ബാലൻ, ആ കിടാവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പള്ളിന്റെ പുറത്ത്, പള്ളി അല്ലാത്ത ജാഗയുണ്ട് പള്ളിന്റെ പുറത്തത്തെ പള്ളി നമ്മൾ ചെന്നെങ്കിലും വഖഫ് ചെയ്യപ്പെടാത്ത ജാഗയുണ്ട്. നമ്മളെ പള്ളിയിൽ അങ്ങനെ കൊത്തില്ല, സീറ്റ് ഔട്ട് നിർത്തി നമ്മൾ ചെന്നില്ലേ. അങ്ങനത്തെ ജാഗയിൽ ഒരു ഏണി ഉണ്ടാവും, പള്ളിയിൽ നിന്ന് നേരെ മീത്ത കയറുന്നത്. ആ ഏണിന്റെ അവിടെ എത്തിയിട്ട് കിടാവിന്റെ ബാപ്പ ചെന്ന്, മോനെ ഇമാം ഉസ്താദ് എന്ത് ഓതുന്നു എന്നിട്ട് നീ കാത് കൊടുത്തിട്ട് കേൾക്കണം, പിന്നെ വരുമ്പോ കണക്ക് നീ അതെല്ലാം ചെറ്റി തറന്നു. അങ്ങനെ ഈ ചക്കം ഈ കിടാവും ഇമാം ഉസ്താദ് ഓതുന്നത് ഇങ്ങനെ കാത് കൊടുത്തിട്ട് കേൾക്കുന്നു. പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോക്കോ ആ കിടാവിന് മനസ്സിലായ രൂപത്തിൽ ബാപ്പക്ക് ഇങ്ങനെ ഓതി കൊടുക്കുന്നു. നോക്കി, ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനിന്റെ മധുരം ആ കുഞ്ഞിന്റെ നാവിന് തട്ടിച്ചു കൊടുത്തു ബാപ്പ. ആ മധുരം വലിച്ച് ഇന്ന് ലോകത്തൊരാൾക്കും എത്താൻ കഴിയാത്തത്ര സ്ഥാനത്തിലേക്ക് ആ മഹാൻ ഉയർന്നു. അല്ലാഹു തആല എന്നെ ഉയർത്തി കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എന്നിട്ട് ആ ഉസ്താദ് എത്ര കോടി ആളുകൾക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്തു, എത്ര ആളുകൾക്ക് പള്ളി കെട്ടിച്ചു കൊടുത്തു, മദ്രസ കെട്ടി കൊടുത്ത്, ആയിരക്കണക്കിന്റെ ലക്ഷക്കണക്കിന്റെ യതീമിങ്ങളെ പോറ്റി വളർത്തി. അതെവിടുന്ന് കിട്ടിയ അതാ നല്ല കുടുംബത്തിൽ നിന്ന് ബാപ്പനെ ഉമ്മനെ നോക്കിയിട്ട് 2 സൈഡിലുണ്ടാവും. ഇപ്പുറത്ത് ബാപ്പ, അപ്പുറത്ത് ഉമ്മ. ഇപ്പുറത്ത് നോക്കിയെങ്കിലും നന്മ, അപ്പുറത്ത് നോക്കിയെങ്കിലും നന്മ. പിന്നെ ഈ കിടാക്ക നന്മയിലൂടെ തന്നെ വളർന്നിട്ട് പോന്നെ. ഇതാണ് നമുക്കില്ലാത്തത്. അതുകൊണ്ട് നമ്മളെ മക്കളെ നന്നാവണം എന്നിട്ട് വിചാരിക്കണമെങ്കിൽ, നമ്മളെ മക്കൾ നന്നാവണം നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഫസ്റ്റ് നന്നാവേണ്ടത് നമ്മളാണ്, നമ്മളെ ഭാര്യയാണ്. ഇത് അവിടുന്ന് തുടങ്ങേണ്ട. അപ്പൊ ഞമ്മ നന്നായെങ്കിൽ, നമ്മളെ തിരി നന്നായെങ്കിൽ ഈ കിടാക്ക് പിന്നെ അപ്പുറം ഇപ്പം ഒന്നില്ല, നമ്മളെ റൂട്ടിൽ തന്നെ ഓർ വരുന്നു. ഇതങ്ങനല്ല. ഉമ്മ ഫാഷൻ്റെ ആണ്. അയിമക്ക് അപ്പപ്പ ഡ്രസ്സ് എടുത്തോണ്ട് വേണം. മൂത്താന്റെ മോളെ, ഇളയവന്റെ മരുമോളെ, 3ാമത്തെ പുള്ളിന്റെ 4ാമത്തെ കിടാവിന് മങ്ങാലും അനക്ക് ഡ്രസ്സാണോ അല്ലേ? പിന്നെ ഫാമിലി ഒരു മങ്ങാളം നടക്കുന്നു, അതിന്റെ പേരിൽ എന്തെല്ലാം അനാചാരമുണ്ടോ അവിടെ എല്ലാം ഓവുള്ള സെൽഫി എടുക്കുവാനി. അങ്ങനല്ലേ? പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, ഞമ്മ പീഡിയന്റെ സൈഡിൽ നിന്നിട്ട് ബത്തറ തിന്നോണം വീട് വെച്ചോണോ നീ അവിടെ നിന്ന് വന്ന ഞമ്മ സംസ്ഥാനത്തിൽ തന്നെ ബാക്കി. ഇത്തരത്തിലുള്ള ഞമ്മക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ല. ഞമ്മ മൊത്തത്തിൽ ചേഞ്ച് ആവാൻ തുടങ്ങിയെങ്കിൽ നമ്മളെ മക്കളും ചേഞ്ച് ആവല്ലേ? ആവണ്ടേ? കരുതി ഉറപ്പിച്ചതുപോലെ ഉണ്ട് പോവാൻ ചേഞ്ച് ആവണ്ടേ? ഞമ്മ അല്ലാഹു തആല ചേഞ്ച് ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് മുതൽ ഒരു പുതിയൊരു ജീവിതത്തിലേക്കാണ് ഞമ്മ കിടക്കുന്നത്. ഞാൻ നന്നാണ്. ഇമാം ഗസാലി, അയാൾ അരസോണ്ട നിൽക്കേ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അയാളടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചൊല്ലി, മഹാനവർകളെ എൻ്റെ കിടാക്ക നന്നാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. സാധാരണ ഞമ്മ ചൊല്ലലില്ലേ? പണ്ട് വാതിനോട് ഓതിക്കൊണ്ടായി കുട്ടി നന്നാക്കാൻ വേണ്ടി 2 റുപ്യ, മരിച്ചുപോയ ബാപ്പ തിരിച്ചു വരാൻ വേണ്ടി 5 റുപ്യ, ഇങ്ങനെ പറയാൻ ലീസ്റ്റ് ഓതിക്കൊണ്ടായി. ഇപ്പൊ പിന്നെ അതില്ല. അപ്പൊ അങ്ങനെ വരുന്ന ആലോചനാക്കണം ചെല്ലെ മാത്രം ഞാൻ. അങ്ങനെ ഇമാം ഗസാലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ ചൊല്ലി, എൻ്റെ കിടാവ് നന്നാവാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഗസാലി ഇമാം ഒറ്റൊരു മറുപടി, ഉമ്മയും ബാപ്പയും സത്യം പറഞ്ഞാൽ മതി. ഞാൻ ദ്വാരക്കുന്നില്ല. പിന്നെ ഉമ്മയും ബാപ്പയും സത്യം പറയുന്ന ആളുകളായാൽ ആ കുട്ടികൾ സ്വാലിഹ്യങ്ങളായി വളരും. നമ്മ തപ്പിനവിടെ തന്നെ ഒരു നാൾക്ക് നമ്മളെ ബായിൽ എത്ര കളവ് വരും. അത് തമാശക്ക ചിരിക്കാൻ വേണ്ടിയാ, കോമഡി ആയിട്ടാ, ബണ്ണി പിള്ളേരെ പൊട്ടീസാക്കാൻ വേണ്ടിയാ പിള്ളേരുടെ എത്ര കളവ് വരുന്നത്, മാപ്പിളൻ്റെ എത്ര കളവ് വരുന്നത്, തിരിയോളിൽ എത്ര കളവ് വരുന്നത്, മൊബൈലിൽ എത്ര കളവ് വരുന്നത്. അല്ല ഓടുള്ളതാ ഇതാ എത്തി എന്നിട്ട് നോക്കൂ, നിന്റെ വീടിൻ്റെ എതിർന്നോ ബാസില്ലാത്ത നോൻ കിടക്കുന്ന നിൽക്കുന്ന എത്ര എത്തിയ കളവല്ലേ? കരുതി കൂട്ടിട്ടും കരുതി കൂട്ടാതെയും തപ്പിറ്റും ഒരു നാൾക്ക് എത്ര കളവ് വരുന്നത്. അതാ ഗസാലി ഇമാം ചെന്ന്
ബാപ്പയും ഉമ്മയും സത്യം മാത്രം സംസാരിക്കുന്ന ആളുകളായാൽ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാലിഹാവും. അതെങ്ങനെ ഉസ്താദേ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സത്യം നന്മയിലേക്ക് എത്തിക്കും, നന്മ സ്വർഗത്തിലേക്ക് എത്തിക്കും. റസൂലുള്ളാഹി ചൊല്ലിയത് സത്യം നന്മയിലേക്ക് എത്തിക്കും. നിങ്ങൾ സത്യം മാത്രം ഇങ്ങനെ പറയും, വേറെ പണിയെടുക്കണ്ട. നേർ മാത്രം ചൊല്ലി. കസ്റ്റമറിന്റെ അലി, മുതലാളിന്റെ അലി, പണിക്കാരലി, അപ്പുറത്തെ പരക്കാരലി, പുള്ളരലി, ചെറുതാവട്ടെ വലുതാവട്ടെ, കുലിൽ ഹഖ വലൗ കാന മുറ. സത്യം മാത്രം പറയണം. എത്ര കഷ്ടപ്പെട്ടാലും ശരി, അതിന്റെ പേരിൽ എത്ര നഷ്ടം ഉണ്ടായെങ്കിലും ശരി, അതിന്റെ പേരിൽ ലോസ് ആയെങ്കിലും ശരി, സത്യം മാത്രം പറയണം. ഇങ്ങനെ സത്യം പറയുമ്പോ നിങ്ങൾ നന്മയിലേക്ക് എത്തും. മുത്തുനബി നന്മയിലേക്ക് എത്തിയാൽ സ്വർഗം ഉറപ്പും. കളവ് നിങ്ങളെ തിന്മയിലേക്ക് എത്തിക്കും. കളവ് തിന്മയിലേക്ക് എത്തിക്കും. തിന്മ നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. അതാ, നിങ്ങൾ ഇങ്ങനെ കളവ് പറയുമ്പോൾ നിങ്ങളും തിന്മയിലേക്ക് എത്തുന്നു, നിങ്ങളെ സന്താനവും തിന്മയിലേക്ക് എത്തുന്നു. അത് പിന്നെ നരകത്തിന്റെ റൂട്ടാണ്. അതുകൊണ്ട് ബാപ്പ ഉമ്മ ചെയ്യണായ ഒന്നാമത്തെ പണി സത്യം പറയുക. ഇപ്പൊ പാത്തൂരിൽ ഈ ക്ലാസ്സിന് വന്ന ഉമ്മമാർക്കും ബാപ്പമാർക്കും ഒരു ചെറിയൊരു ടാസ്ക്, ചെറിയൊരു പണി. ഓക്കെ അല്ലേ? ബേജാറൊന്നുമില്ല? എന്ത് ബേജാറില്ലേ? പച്ചക്കാരത്ത് റെഡി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു പണി. എന്താ അറിയോ? ഇന്നെന്താ സാർ? ചൊവ്വാസ. മണി എത്രയായി? നിപ്പിക്കനായ നിപ്പിക്കുമ്പോ മതി. നിങ്ങൾ ചെല്ലുമ്പോ ഞാൻ അപ്പോൾ എത്തിക്കണം. 4:04 എന്റെ മൊബൈലിൽ 4:04. നാളെ എന്താ സാർ? മറ്റൊന്നെന്താ സാർ? ബിയാസ, ബേളാസ. അപ്പൊ ബിയാസ നാളെ 4:04. ഇന്നിപ്പോ 4:04. നാളെ മറ്റേന്ന്. ഇത്രയും സമയം എന്റെ ഭാര്യ സത്യമാത്രം വരും ഇൻഷാ അല്ലാഹ്. പറപ്പിച്ചല്ലേ? ചെല്ലണം ആലോചനാക്കണ്ട. പറപ്പിച്ചല്ലേ? ഇന്നും നാളെയും മറ്റൊന്നും ബിയാസന്റെ ബിയാസ 4:04 വരെ എന്റെ നാവില് കരുതി കുട്ടിറ്റ, തപ്പിറ്റ, കോമിഡിക്ക, ബണ്ണി പിരാതി കെട്ടാനാ ഒരു കളവ് ഞാൻ ചെന്നില്ല. ഉറപ്പിച്ചല്ലേ? ഇനി ഈ മദ്രസന്റെ പുറത്ത് കീയലോട് കൂടെ ഇത് ഓർമ്മയിൽ വേണം. ഞാനൊരു എഗ്രിമെന്റ് ആക്കിയ ഉസ്താദിന്റെ ഞാൻ കളവ് ചെന്നില്ല നിർത്തി. അപ്പൊ നേര് മാത്രം ചെല്ലില്ല. നിങ്ങളെ ചങ്ങായിമാർ നിങ്ങളെ കണ്ടു, എന്തോ ഇത്ര സ്വാലിയായിന് ജിബ്രീലിന്റെ ഇളയനാ ഒന്നുപാട് നേരെ ഒട്ടുണ്ടായി. ഇപ്പൊ ഇങ്ങനെ ചെല്ലണം, നമ്മളെ ചേഞ്ച് അവർക്ക് അറിയണം. ഒരു ടാസ്ക് അത്. അപ്പൊ ഇയാള് കേട്ട പോലമേ അപ്പൊ വെള്ളിയാസം എന്ന് കളവ് ചെല്ലാൻ ഉസ്താദ് എനിക്ക് കേൾക്കണ്ട. അപ്പൊ ഏതായാലും ചെല്ലാൻ പാടില്ല. കാരണം 2-3 ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയല്ലേ കളവ്. ഇനിയിപ്പൊ ഈ 3 ദമ്മ് കെട്ടിട്ടിരുന്നല്ല വെള്ളിയാസം ജയിക്കണ്ട. അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണ്ട. ഇൻഷാ അല്ലാഹ് ഈ 2 ട്രെയിനിങ് നമുക്ക് ഒക്കെ ജീവിക്കാനാ നോക്കാം. ആ വ്യാഴ്ചന്റെ 4:04 ദമ്മ് കെട്ടി നമുക്ക് 4:04 ആയപ്പോ അൽഹംദുലില്ലാഹ് 2 നാള് ഒരു കളവില്ലാതെ ജീവിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷെ കുറച്ച് ഭംഗമുണ്ടായി. ഞങ്ങൾ കുറച്ച് ഭംഗമുണ്ടായി. ആ ഭംഗമുണ്ടായി ചെന്നൊരു തോന്നല് നിങ്ങളെ മനസ്സിൽ വരുമ്പോക്കോ അപ്പൊ നിങ്ങൾ വിചാരിക്കണം, എന്നാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചത് മുതൽ വഫാത്ത് വരെ ഒരു കളവ് ചൊല്ലാത്ത ആളായിരുന്നു. ഇതല്ലേ ഞാൻ പഠിച്ചിനെ മദ്രസയിലും വാതിലുകളിൽ കേട്ട് ഞാൻ പഠിച്ചത്. അങ്ങനെ ജനിച്ചത് മുതൽ വഫാത്ത് വരെ മുത്തുനബിന്റെ വായിൽ ഒരു കളവും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ആയിരിക്കും റസൂലിന്റെ മുണ്ടിനെ? എങ്ങനെ ആയിരിക്കും റസൂലിന്റെ വാക്ക്? അതിൽ എത്ര ആളിൽ റസൂലുള്ള ഇടപെടേണ്ടി വന്നിനി? ഭാര്യമാരോടും മക്കളോടും നാട്ടുകാരോടും പറനാട്ടുകാരോടും രാജാക്കന്മാരോടും മുതലാളിമാരോടും തൊഴിലാളിമാരോടും എല്ലാ ഫീൽഡിൽ റസൂലുള്ള ഇറങ്ങിനി. പക്ഷെ അതൊന്നും ഒരു കളവും വരാതെ എങ്ങനെ ആയിരിക്കും മുത്തുനബി ജീവിച്ചേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കള്, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, നബി തങ്ങളുമായിട്ട് സഹവാസമുള്ള ആളുകൾ, അവർക്കെല്ലാം സ്വഹാബി എന്ന പേര് കിട്ടിയെന്ന് മാത്രമല്ല ഖുർആനിൽ അവർക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. റളിയല്ലാഹു അൻഹും. അല്ലാഹു അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ്. എങ്ങനെ? അതിന്റെ അർത്ഥം എന്ത്? അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. മുത്തുനബിയുമായിട്ട് ബന്ധപ്പെട്ട സ്വഹാബികളെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണ് റളിയല്ലാഹു അൻഹും. അവരെ അല്ലാഹു പൊരുത്തപ്പെട്ടു. എന്തുകൊണ്ട്? കാരണം മുത്തുനബിന്റെ ആ സ്വഭാവം നോക്കിയിട്ട് കണ്ടിട്ട് പഠിച്ചിട്ട് അതുപോലെ ജീവിച്ചു. ഇതാ ഒരു ടാസ്ക്. ഇത് നമ്മൾ പൂർത്തിയാക്കല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. വെള്ളിയാഴ്ച സൂറും തുടങ്ങണ്ടേ? വെള്ളിയാഴ്ച അപ്പുറം കണ്ടിന്യൂ ആട്ടെ. 2ാമത്തെ ഒരു ടാസ്ക്. നീ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഞങ്ങളെ വിരാതാക്കണ്ട. എന്നാൽ ചെറിയൊരു വിരാതാക്കേണ്ടി വരുന്നിപ്പ. എന്താ അറിയുമോ? ഏറ്റവും കൂടുതൽ നമ്മളെ വെടക്കാക്കുന്ന ഒരു സാധനമാണ്
ഇത് മൊബൈൽ വെച്ചാൽ നശമൊന്നുമില്ല. അത് തുറന്നെങ്കിൽ ഇപ്പൊ 2 മണിക്കൂർ ക്ലാസ് നടത്താൻ തീരാനാണ്. ഞാൻ ഈ ഭാഗത്ത് കിടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ വിടക്കാക്കുന്ന ഒരു സാധനമാണ് നമ്മളെ സ്വഭാവത്തിൽപ്പെട്ട അരിസം എന്നത്. അരിസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരാൾ കേട്ട്, നബിയെ എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം. ദല്ലനീ അമലൻ, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. ആ അമലിന്റെ കാരണം കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് എത്തണം. അങ്ങനത്തെ ഒരു അമലോ എങ്ങനെ അനക്കൊരു അമല് പഠിപ്പിച്ചു തരണോ. ആ അമലിന്റെ കാരണം കൊണ്ട് ഞാൻ എന്താണോ സ്വർഗത്തിലേക്ക് എത്തണം. അങ്ങനത്തെ ഒരു അമൽ അനക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരുവാനാ നബിയെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്. വൺ വേർഡ്, റസൂലുള്ളാഹിന്റെ സിമ്പിൾ ആൻസർ, ലാ തഗ്ളബ്. എനിക്ക് അരിസ വന്നില്ല കാര്യം. നീ നിസ്കരിക്കുക, ഹജ്ജിക്ക് പോവാ, സക്കാത്താക്കുക, അങ്ങനെ കുറെ അമലുടെ ലിസ്റ്റ് നബി തങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടില്ല. നബി അയാൾക്ക് സ്വർഗത്തേക്ക് പോകുന്ന ഒരു അമല് പഠിപ്പിക്കും, ലാ തഗ്ളബ്, അരിസപ്പെടണ്ട. സിമ്പിൾ. അരിസപ്പെടാതിരിക്കുമ്പോ കുറെ നന്മകൾ നമ്മളെ ഭാഗത്തിലേക്ക് എത്തും അല്ലെ. നമ്മളെ ഏറ്റവും വലിയ ഫോട്ടോ ആണ് അരിസം. തിരുവള്ളി വരുന്ന അരിസത്തിന് കണക്കില്ല. പാസ് ഇല്ലാത്തത് നിന്റെ ബാപ്പന്റെ പരന്ന് പറഞ്ഞാ അയാളൊന്ന് വേഗം നമുക്ക് കിട്ടുന്നു പറയുന്നു. ആര് കിട്ടിയില്ലെങ്കിൽ അല്ലെ, നീ വരുമ്പൊക്കെ പടന്നിട്ടില്ല, ഞാൻ നയിച്ചിട്ട് പടന്നത്. ചിലപ്പോ തമാശക്കും ചിലപ്പോ അയാളെ ബജിലിടുന്നു. അരിസത്തിന്റെ വാക്ക്, ഭാര്യയോട് അരിസത്തിന്റെ വാക്കില്ല. മാപ്പിളന്റെ അരിസാക്കലില്ല. പുള്ളൂരുടെ ചിലപ്പോ പുള്ളൂർ കാട്ടിക്കുട്ടുന്ന കാണുമ്പോണ്ടല്ലേ നമ്മളെ BP 198 എത്തുന്നു ഓരോരുത്തർ. പുള്ളൊരു അവസ്ഥ കാണുമ്പോ. പക്ഷെ എന്നെ അരസപ്പെടണ്ട. ഈ വെള്ളിയാസോളം ഞാൻ ഒന്നുപാട് വെള്ളിയാസോളം വേണ്ടി വിദ്യാസോളം കുറച്ചാടാ ഇല്ല വിയാസ വരെ ഇൻഷാ അല്ലാഹ് കണക്കാരും അരസ വരുന്നില്ല. ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? ഒരാളിലും കസ്റ്റമറിൻ്റെലും മുതലാളിൻ്റെലും ഫോണിലും തിരിയളിലും പുള്ളറിലും ഉസ്താദിൻ്റെലും കമ്മിറ്റിക്കാരിലും ഗ്രൗണ്ടിൽ കളിക്കുമ്പോക്കും ഒരു വൈഡ് പോയർക്ക് വേണമായിട്ട് ആന്ന് അടികുത്തു, ഒരു റണ്ണ് ബാറ്ററി ടച്ചാക്കാതെ പാഞ്ഞെങ്കിൽ ആന്ന് പൊളിയും അല്ലെ. എല്ലാത്തിന്റെ കാരണം അരിസാണ്. ഈ അരിസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ജണ്ടനെ ട്രൈ ആക്കി നോക്കാം ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നിങ്ങളെ പുരക്കാരോട് വന്നു നിന്നെങ്കിൽ നിങ്ങളെ ബായ് തുറക്കം വിടാലോ. ഇപ്പൊ അസ പറഞ്ഞില്ല ഉസ്താദ് ജന്റെ ക്ലാസ്സിൽ ഇരിക്കട്ടെ. നമ്മളെ പുരക്കാരുടെ വേണം തിരികളും മാപ്പിളും രണ്ടാൾ ഇരുന്നിട്ട് എടുക്കേണ്ട ക്ലാസ്സാണ് ഇത്. അപ്പൊ കുറെ വിഷയം ഓർക്കും അറിയുന്നു, നമ്മളെ കുറെ വിഷയം അവർക്കും അറിയുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 ടാസ്ക്. ഒന്ന് കളവ് പറയാനില്ല, 2 അരസപ്പെടാനില്ല. ഞാൻ പഠിച്ചതിന്റെ പോലെ തന്നെ 2 ദമ്മു കെട്ടിട്ട് 3-ാമത്തെ നാളിന് പൊട്ടിച്ച് കളക്കിണ്ട. ഈ 2 ട്രൈ ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് 3-ാമത്തെ നാൾ നിങ്ങൾ ആലോചനാക്കി എന്റെ 2 ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബാക്ക് തിരിഞ്ഞു നോക്കി എത്ര നമുക്ക് കൺട്രോൾ ആക്കാനായി. ഇങ്ങനെ സ്വഭാവം ശരിപ്പെടുത്തുന്നേ, നമ്മളെ വർത്തന ശരിപ്പെടുത്തുന്നേ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകുന്നു. അപ്പൊ നമ്മളെ കിടാക്കൾ എന്റെ ബാപ്പ അങ്ങനെ ഭംഗി പറയുന്നില്ല, ആവശ്യമുള്ള ജാഗ്രത മാത്രം ബാപ്പ ഉപദേശം ചെയ്യുന്നത്. എന്റെ ഉമ്മ അങ്ങനെ ദൂർന്നില്ല, എന്നെ എനിക്ക് ആവശ്യമുള്ളതിൽ ഉമ്മ ചെലുത്തി തരുന്നു. ഇങ്ങനത്തെ ഒരു പിരിസപ്പാട് എന്റെ ഉമ്മ എന്റെ ബാപ്പ എന്ന പിരിസപ്പാട് വരുന്നിടത്തേക്ക് നമ്മളെ മക്കൾ എത്തിക്കണം. അപ്പൊ പിന്നെ ഉസ്താദിന്റെ ഗലാട്ടാക്കേണ്ടി വരുന്നില്ല, ടീച്ചറിന്റെ ഗലാട്ടാക്കേണ്ടി വരുന്നില്ല, നരകരക്കാരന് ഗലാട്ടാക്കേണ്ടി വരുന്നില്ല. എല്ലാ ബാപ്പ ഉമ്മ ശരിയാ, നമുക്ക് പുള്ളും ശരിയാ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ ചേഞ്ച് ആവല്ലേ ആവല്ലേ ഇൻഷാ അല്ലാഹ്. പണ്ടൊരാള് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ചെല്ലി അനക്ക് ഉഷാറില്ല. ഡോക്ടർ കുറെ ആളെ ചക്കാക്കി ചെല്ലി, ഇതപ്പാ ഈ ദുനിയാവിന്റെ എല്ലാ സീക്കും ഇരുണ്ടു, ഇനി ബാക്കിയില്ല, ഇനി വേറെ സീക്ക് പറഞ്ഞു. അത്ര സീക്കിന്റെ ഗോഡൗൺ ഈ തടി. അതുകൊണ്ട് നിന്റെ ഫുഡ് നീ കൺട്രോൾ ആക്കണം. ഫുഡ് കൺട്രോൾ ആക്കിയെങ്കിൽ ഏകദേശം നിനക്ക് ശരിയാവും. നീ ജാവ എന്നിട്ട് തിന്നുന്ന, ഞാൻ ചപ്പാത്തി. എത്ര ചപ്പാത്തി തിന്നുന്ന? ഞാനൊരു 24 ചപ്പാത്തി തിന്നുന്നു. ജാവും ബാരിയല്ലേ, നമുക്ക് തിന്നുന്നതേ പണി അല്ലേ. നമ്മളിപ്പോ പിന്നെ മങ്ങാലൊരു ജാവയ്ക്ക് എത്തില്ലല്ലോ, കാരണം നമുക്ക് തിന്നോളൂ, വറങ്ങോളം തിന്നോളം ഇരിക്കണം. ജാവത്തെ ഫുഡ് നീ കൺട്രോൾ ആക്കിയെങ്കിൽ നീ ശരിയാവൂ. ഓക്കെ ചെല്ലി ഒരു 10 കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ വന്ന് ഡോക്ടർ ചക്കാക്കി നോക്കുമ്പോ ആള് കമ്മിയാത്തി. ആ 5 ഉണ്ട്. നീ ഫുഡ് കൺട്രോൾ ആക്കിയിട്ടില്ലേ? ആക്കിയില്ലേ? എത്ര ആക്കിയ? 24 ചപ്പാത്തി തിന്നോണ്ടേ നിങ്ങൾ പാതി തിന്നു ചെല്ലിയാറല്ലേ. ഇപ്പൊ ഞാൻ 12 ചപ്പാത്തി തിന്നോന്നുണ്ട്. അപ്പൊ ഡോക്ടർ ചെല്ലി അതും കുറടിയാക്കണം, അതും കുറക്കണം. അപ്പൊ പിന്നെ എത്ര തിന്നോ ഡോക്ടറെ? അതിനെ പാതിയാക്കുക, 6 മതി. അങ്ങനെ അന്നും നിന്നെ ആ ചങ്ങായി 6 ചപ്പാത്തി തിന്ന. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി ചക്കാക്കുമ്പോ ഇയാളെ സീക്ക് അങ്ങനെ ഉണ്ട്. നീ കുറച്ചിട്ടില്ലേ ബാവാ? കുറച്ച് നീ ഇപ്പൊ എത്ര? 6. അതിനെ 3 ആക്ക് മതി. എത്ര?
അപ്പൊ ഈ ചങ്ങാഴ്ചല്ലേ ഡോക്ടറെ ഞാൻ 3 ആക്കാം, പക്ഷെ ഉള്ളു വേവാലേ എന്നല്ല. ചപ്പാത്തി ഞാൻ 3 ആക്കാം, അതിന്റെ ഉള്ളു വേവാലേ. അപ്പൊ ഡോക്ടർ മനസ്സിലായില്ല, എന്താ നിന്റെ വിഷയം തിരി. അല്ല 24 ചപ്പാത്തി തിന്നുകൊണ്ടാ എന്നെ നിങ്ങൾ 12 എത്തിച്ചാൽ ആ 24 ചപ്പാത്തി ആക്കുന്ന അതേ പിട്ടിൽ ഞാൻ 12 ചപ്പാത്തി ആയിക്കൊണ്ടായി. അതിനെ പിന്നെ 6 ആക്കിയാൽ അങ്ങനെ ആ പിട്ടിൽ തന്നെ ഞാൻ 6 ചപ്പാത്തി ആയിക്കൊണ്ടായി. ഇനി 3 ആക്കുമെന്ന് വെച്ചാൽ ഓരോ ചപ്പാത്തി തണങ്ങാണി വരെ ഇരിക്കും, അതിന്റെ ഉള്ളു വേവാല മാത്രം. ഈ ചങ്ങായി ചേഞ്ച് ചെയ്യണ്ടാരാ എങ്ങനെ അതായത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് അളക്കുന്നില്ല, ബന്ധനം അളക്കുന്നില്ല, പിന്നെ സംഖ്യ മാത്രം ചേഞ്ച് ആക്കി എന്നതുപോലെ ഞങ്ങൾ ചേഞ്ച് ആവാം ഇൻഷാ അല്ലാഹ് ചെത്തി പോയിട്ട് അയാൾക്ക് വേറെ പണിയില്ല, അയാൾ ഇങ്ങനെ ചെന്ന് എപ്പോഴും അങ്ങനെ ആ ഒരവസ്ഥയിലേക്ക് ഫുള്ള് ചേഞ്ച് തന്നെ ഇൻഷാ അല്ലാഹ്. 2 നാള് നമ്മളെ സ്വഭാവം കണ്ടിട്ട് നമ്മളെ കുടുംബക്കാരും നമ്മളെ മക്കളും അജബാവണം. ബാപ്പ ഫുള്ള് ചേഞ്ച് കഴിഞ്ഞാവാ മക്കൾ ചെല്ലണം. നമ്മളെ ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇനി പുള്ളരെ പ്രസവിച്ച ഉമ്മമാർ, ആ മക്കളെ വളർത്തുന്ന ബാപ്പമാർ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ കിടാക്ക എതുന്നില്ലെങ്കിൽ, ഓതുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ചെന്നൊരു വാക്കുണ്ട്, ആ സ്കൂൾ ബണ്ണീറ, അവിടെ എന്ത് പഠിപ്പിക്കുന്നില്ല, ആ മദ്രസ അവർ എന്ത് പഠിപ്പിക്കുന്നില്ല, നിന്റെ കിടാവിന് അക്ഷരം അറിയുന്നില്ല. ഇങ്ങനത്തെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്നൊരു വാക്കുണ്ട്. നേരെ മറിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ കിടാവിന് അക്ഷരം തിരിയാത്ത നമ്മൾ ചിന്തിച്ചിട്ടില്ല. അക്ഷരം അറിയാത്തതിന്റെ കാരണം, പഠിപ്പ് തലക്ക് കയറാത്തതിന്റെ കാരണം, കുറേ കാരണമുണ്ട്. ഉമ്മയും ബാപ്പയും ആദ്യത്തിൽ പ്രസവത്തിന്റെ അവിടുന്ന് അല്ലെങ്കിൽ ഗർഭത്തിന്റെ അവിടുന്ന് മനസ്സിലാക്കേണ്ട കുറെ കാരണം എന്തറിയോ? ഗർഭമുള്ള സമയത്ത് ഭാര്യക്ക് ഉണ്ടായ ബേജാറുകൾ എത്ര മണിക്ക് ലഭിക്കണു? ഒരു കാലായി, ഒരു മുക്കാലിക്കാൽ ഇങ്ങനെ പോട്ടെ ബച്ചുമ്പൊക്കെ ഞാൻ മനസ്സിലൊന്നോ. ഗർഭസമയത്ത് ആ പെണ്ണിനുണ്ടായ നൊമ്പലങ്ങളും ബേജാറുകളും, കുടുംബത്തിലൊരു മരണം ഉണ്ടായി, ബാപ്പ മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ച് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇതുപോലത്തെ വലിയ വലിയ നൊമ്പലങ്ങൾ ആ പെണ്ണിന്റെ മനസ്സിന് തട്ടിയെങ്കിൽ പ്രസവിക്കുന്ന കുഞ്ഞിക്കത് ബാധിക്കും. 1, പ്രസവിക്കുന്ന സമയത്ത് ഉടനെ കിടാവ് കരയും, അല്ലെ? പ്രസവിച്ച ഉടനെ കിടാവ് കരയും. അതെന്തിന് കരയുന്ന? നിങ്ങളെ കിടാവ് വിലെടുത്തിട്ടില്ലേ? എന്തിനൊക്കെ വിലെടുത്തിന്? അമ്മ നർസിന്റെ ഗുണത്തിന്. പ്രസവിച്ച ഉടനെ കുട്ടി കരയുന്നത് എന്തിന്? ഞമ്മ 4, 5, 3 മക്കളെ ബാപ്പ അല്ലേ? ശരി ഞമ്മ ഉണ്ടാവും. എന്തിനാണ് കിടാവ് കരഞ്ഞത്? ശരിയില്ല നീ എന്തിന് കിടാവ് വിലെടുത്തതിന്? ബിൽട്ട് എന്തിന്? എന്തായിരിക്കും? അവിടുന്നാണ് കുട്ടിന്റെ തുടക്കം, കുട്ടിന്റെ വളർച്ചയുടെ തുടക്കം അവിടുന്ന്. ആ കരച്ചൽ കൊണ്ട്. കരച്ചൽ കരയുന്നതിനില്ലെങ്കിൽ കിടാവ് ശ്വസിക്കണം, നല്ല വായു കിടാവിന് കിട്ടണം. ഉമ്മന്റെ വയറ്റിന്ന് പുറത്ത് വരലോട് കൂടെ ആ വായു സഞ്ചാരം തുടങ്ങി എന്നതിന്റെ അടയാളാണ് ഈ കരച്ചൽ. കരഞ്ഞില്ലെങ്കിൽ കരയിപ്പിക്കണോ? പ്രസവിച്ച ഉടനെ കുട്ടി കരയുന്നില്ലെങ്കിൽ കരയിപ്പിക്കണം. അതിന് പണിയെടുക്കുന്നു നഴ്സുമാർ, തയ്ക്കുന്നു, തല താതാക്കിയിടുന്നു, കുറെ എന്തെല്ലാം കുലുക്കിട്ട് നോക്കുന്നു, എന്തെല്ലാം ആക്കുന്നു. അവസാനം ആന്നില്ലെങ്കിൽ വെന്റിലേറ്റർ കൊണ്ടുവന്നോളൂ. കരയിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ ആ കരച്ചൽ പെട്ടെന്ന് നടന്നെങ്കിൽ ഓക്കെ. ആ കരച്ചൽ ലേറ്റായിട്ടാണ് നടന്നത്, എന്നാൽ ഈ കിടാവിന്റെ വളർച്ചയും പഠനവും സ്വഭാവവും എല്ലാം ലേറ്റായിട്ടുണ്ടാവും. നമ്മൾ കൂടുതൽ മനസ്സിലാക്കാം. നമ്മളെ കിടാവ് പഠിക്കുന്ന ഇല്ലേ എന്നിട്ട് കൊത്താവണമെങ്കിൽ സ്കൂളിൽ ചേർത്തിട്ടായിട്ട് നോക്കുന്നല്ല. ഇതിപ്പോ ഞാൻ കൊത്താവാം, ഈ സ്റ്റപ്പറെ ഞാൻ കൊത്താവാം. എൻ്റെ കിടാവ് പെറ്റപ്പന്നെ കരഞ്ഞിട്ടില്ല, അപ്പൊ ഓന് ചില തകരാറുകൾ ഉണ്ടാകുന്നത്. അതിന് പരിഹരിക്കാനുള്ള മാർഗമുണ്ട് ഇപ്പോൾ, അത് വേറെ വിഷയം. തകരാറ് കണ്ടുപിടിക്കുന്നവിടുന്ന്. അതുപോലെ വയറ് ഭരിക്കേണ്ട സമയത്ത് വയറ് ഭരിച്ചില്ലെങ്കിൽ കിടാവിന് ചിരിക്കുന്നല്ലേ? കിടാവ് എത്രാമത്തെ മാസത്തിൽ ചിരിക്കാൻ തുടങ്ങും? 8 മക്കളെ ബാപ്പ നീ ചെല്ലു. ഞാൻ നോക്കിട്ട് ഞാൻ വാടോ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ കിടാവ് ചിരിച്ചിട്ട് പിന്നെ വരെ വെക്കോശല്ലേ കിടാവ് ചിരിച്ചു നിർത്തി. എത്രാമത്തെ നാളാകുമ്പോ കിടാവ് ചിരി? ഇത് നമുക്ക് ബാപ്പമാർക്ക് അറിയണ്ടേ? ഞാൻ 5 മക്കളെ ബാപ്പ ചെല്ലെങ്കിൽ കിടാവ് എപ്പ ചിരിക്കുന്നേ? കിടാവ് എണിച്ച് നിൽക്കുന്നെപ്പാ? കിടാവ് പിറക്കുന്നെപ്പാ? നടക്കുന്നെപ്പാ? അത് പ്രധാന വിഷയം. എന്തിനറിയോ? നിങ്ങളെ കിടാവ് പഠനത്തിൽ പിന്നിലാകുമ്പോ, പഠിപ്പിൽ ബാക്കാകുമ്പോ
അല്ലെങ്കിൽ മന്ദബുദ്ധിയായിട്ട് കിടാവായിട്ട് വരുമ്പോൾ കുഞ്ഞിങ്ങനെ അതിനെ ആസ്പത്രിക്ക് വിളിച്ചോണ്ട് പോന്നു. പോയപ്പോൾ ഡോക്ടർ ഫസ്റ്റ് കേൾക്കുന്ന ചോദ്യം ഇത്, എത്രാമത്തെ മാസത്തിൽ പ്രസവിച്ചേ? തിങ്ങ ഭർത്തിയായിന? പ്രസവിച്ച ഉടനെ കുട്ടി കരഞ്ഞിന? കിടാവ് എപ്പ ചിരിച്ചിനെ? കിടാവിന്റെ കൗത്ത് ഗട്ടിയായപ്പ? 3 മാസം ആകുമ്പോൾ കിടാവിന്റെ കൗത്ത് ഗട്ടിയാണ്. ഗട്ടി ആയില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തണം. ആ ഗട്ടിയാവുന്നതിനോട് കൂടെയാണ് മക്കളെ ബ്രെയിനിന്റെ വർക്ക് തുടങ്ങുന്നത്. കിടാവിന്റെ ചിന്താശക്തിയും മെതുളിന്റെ പണിയെല്ലാം തുടങ്ങുന്നപ്പോൾ കൗത്ത് ഗട്ടിയാണ്. എന്നിട്ട് കിടാവ് കൗത്ത് ഇങ്ങനെ അഡ്ഡയിടുന്നതാണെങ്കിൽ ഉടനെ ട്രീറ്റ്മെന്റ് നടത്തണം, ഇല്ലെങ്കിൽ അത് പലതിനും ബാധിക്കുന്നു. അങ്ങനെ കുറേ ഉണ്ട്. അവർക്ക് പിന്നെ ഏതാ കഴിയുന്നില്ല. 3 മാസമാകുമ്പോൾ കിടാവിന്റെ കൗത്ത് ഗട്ടിയായില്ലെങ്കിൽ ആ കിടാവിന് ഏതാ കഴിയുന്നില്ല. വയറ് ഭരിക്കേണ്ട സമയത്ത് വയറ് ഭരിച്ചില്ലെങ്കിൽ ആ കിടാവിന് ഓതാൻ അറിയുന്നില്ല. പക്ഷെ വയറ് വലിച്ചില്ലെങ്കിൽ എന്താക്കണം? പൊടിച്ചിട്ട് ഭരിക്കണം കിടാവ്. അല്ല, പലപ്പോഴും നിങ്ങൾ ഇപ്പത്തെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കില്ല. കിടാവ് വയറ് ഭരിക്കുമ്പോ തന്നെ എന്തെങ്കിലും പിടിച്ചിട്ട് അനിപ്പിക്കാൻ നോക്കണം. താത്തെ താത്തെ കിടാവ് ഇരിക്കുമ്പോ തന്നെ അതിനെ നിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. കിടാവ് പിറക്കുമ്പോ തന്നെ എങ്ങനെ പിറ്റെന്ന് നടന്നിട്ട് കാണുന്നു. ചില അമ്മമാർ ആശ അങ്ങനെ, ഇന്ന് പെറ്റ നാളെ കിടാവ് നടക്കണം, കാരണം അതിനെ നടപ്പിക്കാനുള്ള ശ്രമമാണ്. പരക്കുന്ന അത്ര പരക്കട്ടെ, വയറ് ഭരിക്കുന്ന അത്ര ഭരിക്കണം. ആ വയറ് ഭരിക്കുന്നതിലൂടെയാണ് കിടാവിന്റെ ശരീരത്തിലുള്ള എല്ലാ പാർട്ടും എല്ലാ അവയവങ്ങളും വർക്കായി ഫിറ്റായിട്ട് വരുന്നത്. ഇത് കുറച്ച് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോ തന്നെ വീട്ടിലത്തേക്ക് പോയി, അല്ലെങ്കിൽ മുടിപ്പൊക്കെ പോയി. ആ നടക്കുന്ന സാധനം ഉണ്ടല്ലേ, അതിന്റെ പേര് വാക്കറ. അതിന് പറഞ്ഞിട്ട് കിടാവിന് അല്ലേ? ഇത് പാടില്ല. ഇപ്പൊ നമ്മളുടെ ചെറിയ നമുക്ക് അതുണ്ടാകാം. അഥവാ നടക്കാത്ത ഒരു കിടാവ് കുടുംബത്തിലുണ്ടെങ്കിൽ ആ കിടാവിന് വേണ്ടി ആചാരനെ വിളിച്ചിട്ട് ഒരു 3 ചക്രത്തിന്റെ സൈക്കിളാക്കിയിട്ട് ആ ഊന്തുന്ന പോലത്തെ ഒരു ചക്രം അതായിക്കൊണ്ടേ അല്ലാതെ ഈ നടക്കുന്നതിന് മുന്നേ നടപ്പിച്ചോണില്ല, പരക്കുന്നതിന് മുന്നേ അമ്പരപ്പാക്കിയിട്ടില്ല. ഇഷ്ടംപോലെ പരന്നിനി, ചാരൻ ടൈം നക്കളും എല്ലാം വായിക്കിട്ടിനി പരന്നിട്ടും അല്ലേ, പലതും ഭാരിച്ച് തിന്നിനി. എന്നിട്ട് ഞമ്മ ഇത്ര കട്ടില്ലേ, നമുക്കൊന്നും കാര്യമില്ല. സ്വാഭാവികമായിട്ട് ആ ഇത് വേണ്ടെന്നല്ല, പക്ഷെ പുറത്ത് പോകാൻ വിടുന്നില്ല, പെരക്കൊല വിടുന്നില്ല. ഈ വില ഫ്ലാറ്റിലെല്ലാം ഉണ്ടല്ലേ, കിടാവിന് AC ഇട്ടിട്ട് കൊടുത്തിട്ട് പാമ്പർസ് കെട്ടിട്ട് കിടക്കരുത്ത്. അല്ലെങ്കിൽ ഒരു ജയില് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിന് പേരൊന്നും നമുക്കറിയില്ല. ബല വരുന്നു. പണിയാക്കുമ്പോൾ കിടാവിനെ അവിടെ ഇട്ടിട്ട് കുറെ കളിക്കുന്ന സാമാനം അവിടെ ഇട്ട്. ഇത്തരത്തിലുള്ള മക്കൾക്ക് ശാരീരികമായ വളർച്ച, ഒരേ ബ്രെയിന് വളർന്നിട്ടുണ്ടാകുന്നില്ല, ഒരേ ബാക്കിയുള്ള മസില് അത് കട്ടിയായിട്ടുണ്ടാകുന്നില്ല. ബാക്കിയുള്ള വളരേണ്ട ഒന്നും വളരാത്ത ഈ കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടുപോയിട്ടെങ്കിൽ ഫാർമന്റെ പോയി പോലെ പോന്നു വരുന്നു, അതല്ലാതെ സ്വന്തം ചിന്തിക്കാനുള്ള ബുദ്ധി ഈ കുട്ടികൾക്കില്ല. അതുകൊണ്ടാണ് പഠനത്തിന് പിന്നിലാണ്, പഠിപ്പിന് ബാക്കാണ്. പിന്നെ ഇതെന്ത് മനസ്സിലാക്കാതെ അയാൾ പഠിപ്പിച്ചിട്ടില്ല, അയാൾ ഭംഗിയോടെ അയാളെ ദൂർന്നതിന് മുന്നേ ഊർന്ന് തുടങ്ങണം ഓടെ തകരാറുള്ള എന്നിട്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉമ്മമാർ പഠിക്കേണ്ടത്, ബാപ്പമാർ പഠിക്കേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് ആ ഘട്ടം പോലെ പഠിച്ചിട്ട് മക്കളെ അതുപോലെ വളർത്തിയെങ്കിൽ ആ സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അള്ളാഹു അങ്ങനെ എത്തിച്ചു തരട്ടെ, ആമീൻ. മക്കൾ സ്വർഗത്തിന്റെ സമ്പത്താണ്. മക്കൾ സ്വർഗത്തിന്റെ സമ്പത്താണ്. കഴിഞ്ഞ ഞാൻ ഉപ്പിനങ്കടി ക്ലാസ്സിൽ ഞാൻ പോയി ചെയ്തില്ലേ, അവിടെ പോയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കുറേ വേസന്മാരുണ്ട്. വേസന്മാരെ നോക്കാതെ കുറേ കാലമായി ക്ലാസ്സിൽ. അവിടെ പോയിട്ട് ഭയങ്കര വേസന്മാരുണ്ട്, ഒരു 10-25 ആളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ നാട്ടുകാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അങ്ങനെ വയസ്സായ ഒരാൾ ഇങ്ങനെ കേട്ട്, എനിക്ക് എത്ര മക്കളുണ്ട്? 8 മക്കളുണ്ട്. മാഷാ അല്ലാഹ്. എത്രയാണ്? 5 ആണ് ഉസ്താദേ. ഈ 5 ആണില് നിങ്ങൾ മരിച്ചെങ്കിൽ 2 കൈ നീട്ടിട്ട് നിങ്ങളെ ഖബറിൽ കിടത്താനുള്ള അറിവുള്ള മക്കൾ എത്ര ഉണ്ടോന്ന് കേട്ടു. മനസ്സിലായ? ഞമ്മ മരിച്ചെങ്കിൽ ഞമ്മളെ ഖബർക്ക് കഴിഞ്ഞിട്ട് ഞമ്മളെ മയ്യത്തിനെടുത്തിട്ട് അവിടെ കിടത്തിട്ട് അവിടെ നിർവഹിക്കണായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ അറിവുള്ള മക്കള് ഞമ്മളെ മക്കളിൽ എത്ര ഉണ്ട്? നിങ്ങൾ ആലോചനാക്കി. ഞമ്മളെ നാട്ടിലെല്ലാം മരിച്ചെങ്കിൽ നമ്മളെ ഉമ്മ മരിച്ച്, ചിലപ്പോൾ ഞമ്മ മരിച്ച്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ച്, അവസാനം ആരെ കയ്യിൽ കിടന്നിട്ട് ഖബർ പോകാൻ? ഏതോ ഒരാളെ കയ്യിൽ കിടന്നിട്ടാണ് ലാസ്റ്റ് ഖബർ കത്തണ്ടേ. അതെന്ത്? എൻ്റെ ഉമ്മ മരിച്ചപ്പ എന്നെ ചെറിയ ഉള്ള സമയത്ത് തന്നെ മാറോട് ചേർത്ത് പിടിച്ച് നെഞ്ഞോട് ചേർത്ത് പിടിച്ചിട്ട് അണക്കെല്ലാം തന്ന ഉമ്മനെ ഞാൻ പോയിട്ട് ഖബറിൽ കിടത്തുന്നത്. അങ്ങനത്തെ ഒരു പഠിപ്പ് ഞാൻ പഠിക്കുന്നത്. ഞാൻ മരിക്കാൻ റെഡിയാകുന്നില്ല. ഉമ്മ എൻ്റെ കയ്യിലായിട്ട് കൊടുത്തു.
അല്ലെ? പല പല നാട്ടിൽ അങ്ങനെ ഉണ്ടു. പെണ്ണുങ്ങൾ മരിച്ചെങ്കിൽ സാധാരണ നാട്ടിൽ കബർ വിളിക്കുന്ന ഒരു 4-5 ആൾ 3 ആളുണ്ടാവും. അത് പേരാരും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമല്ലേ, വിഷയം ചെയ്യുന്ന ഞാൻ. അങ്ങനെ കബറിന്റെ പണിയെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കുടുംബക്കാരെ നിങ്ങൾ മക്കളുണ്ട്, മക്ക വരി, ആ പഠിപ്പുള്ള മക്കളായിരിക്കണം. ഒട്രാസി ഓടോ ക്ലബിൽ ക്രിക്കറ്റ് മാത്രം കളിച്ചിട്ട് കൊടുത്തു മോൻ വന്നിട്ട് ആ ഒരു വിക്കറ്റ് പോയി ചെലുത്തി അങ്ങനെ കിടത്തിയെങ്കിൽ അത് നടക്കാനാ. അപ്പൊ ആ മക്കൾക്ക് അങ്ങനത്തെ ഒരു പഠിപ്പുണ്ടാവണം. ഉമ്മ മരിച്ചെങ്കിൽ, ബാപ്പ മരിച്ചെങ്കിൽ അവരെ ഖബറിൽ അവസാനമായിട്ട് കിടത്തുന്ന ഒരു ഭാഗ്യം കണക്ക് കിട്ടട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ വളർത്തണമെങ്കിൽ അത് ചെറിയരേ ഓർക്ക് കൊടുക്കണം. ആഖിറത്തിന്റെ ചിന്ത. ദുനിയാവിൻ്റെതല്ല. മൊബൈൽ കേട്ട് കൊടുത്തു, കേട്ടപ്പന്നെ കൊടുത്തു, ഡ്രസ്സ് കേട്ടതല്ല കൊടുത്തു, ദുനിയാവിന്റെ എല്ലാ സാധനം കേട്ടപ്പോ കൊടുത്തിട്ട് ആഖിറത്തിന്റെ എന്ത് കൊടുത്തിട്ടില്ല. എന്ത് കൊടുത്തു? അങ്ങനെ ആവുമ്പോ അല്ല. നമ്മളെയും നമ്മളെ ഭാര്യന്റെയും സംസാരങ്ങൾ യാറെയും ആഖിറത്തിന്റെ സംസാരമാവട്ടെ. നമ്മളെ തിരിയോളെ എത്തിയത് ഞമ്മ കൊണ്ടുവന്ന പിള്ളേരുണ്ടല്ലോ, പിള്ളേർക്ക് കേൾക്കും പോലെ കൊണ്ടുവന്ന എങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് 4 മക്കളെ തന്നല്ലണ. ഈ 4 മക്കളെയും അള്ളാഹു തആല സ്വർഗത്തിന്റെ മക്കളാക്കട്ടെ. ആവണം. അങ്ങനെ കൊണ്ടുവന്ന് പരലി ഉഖ്റവിയായ ചിന്തകൾ അല്ലേ. അള്ളാഹ് നിന്റെ ഉമ്മ മരിച്ചിട്ട് എത്ര ഉണ്ടായിനാ? 5 ഉണ്ടായല്ലേ. അള്ളാഹു അയാളെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നിന്റെ ബാപ്പ മരിച്ചിട്ട് എത്ര? ഇങ്ങനെ മരണം, ആഖിറം, അള്ളാഹ്, നബി, സ്വർഗം, നരകം, ഈ വാക്ക് ഓർ കേൾക്കണ്ടേ ബാപ്പന്റെ വായിന്ന്, ഉമ്മന്റെ വായിന്ന്. ചോറ് വയ്ക്കുന്ന സമയത്ത് കിടാക്കളെല്ലാം ഇരുത്തി, ഉമ്മ ഇരുന്ന്, ബാപ്പ ഇരുന്ന്, ഒക്കത്തെ ചോറ് വെച്ച ഉടനെ ബാപ്പ എന്താക്കുന്ന ഒരു ദുആ, അല്ലാഹുവേ ഇതാ ഇനി ഇത്തരമുള്ള ഫുഡ് ഉണ്ടാക്കിയാണ്, ഭാര്യ നല്ല ഇനവാ, ഇന്നത്തെ കറി നല്ല ഇനി മാഷാ അല്ലാഹ്, അള്ളാഹു നിനക്ക് ആഫിയത്ത് തരട്ടെ. ഈ ഒരു ദുആ നമ്മളെ ബായിന്ന് വരുന്ന അല്ലേ. ഉപ്പ് കൊണ്ട കുറച്ചോ നീ ഉറങ്ങിയിട്ടുണ്ടായ കറിയാക്കുമ്പോ ആക്ഷേപവും പറച്ചളും അല്ലാതെ അൽഹംദുലില്ലാ നീ ഇന്ന് ചോറാക്കിയല്ലേ, അൽഹംദുലില്ലാ നീ ഇന്ന് സോജയാക്കിയല്ലേ, അൽഹംദുലില്ലാ നീ ഇത്രല്ല എന്റെ ഖിദ്മത്താക്കിയല്ലേ, നിനക്ക് അള്ളാഹു ദീർഘായുസ് തരട്ടെ നിർത്തി ഓളെ എതിർ വരുന്ന ഒരുക്കൊതുവായിരിക്കും. അത് നല്ലതാണ്. സവര് ചിക്കിളിയാവലാണ്, ചിക്കിളിയാവട്ടെ, ചിക്കിളിയാവണോ. ഞമ്മളെ തിരിയൊക്കെ ഞമ്മ ദ്വാരക്കാതെ പിന്നെ ആര് ദ്വാരക്കണ്ടേ? അപ്പുറത്ത് പറഞ്ഞാ ഇത്രയെല്ലാം എത്ര ഹിദ്മത്ത്, ചെറിയ ഹിദ്മത്തായി നമുക്കാക്കുന്ന. ഞമ്മ മാറ്റിയ ചട്ടി അടക്കം വൃത്തിയുണ്ട്. വേറെ കണ്ടെങ്കിൽ കോളിൽ ഇങ്ങനെ ഏത്തിട്ട് നിന്റെ കാട്ടുന്ന ആ സാധനം ഒരു സെക്കും കാട്ടാതെ റാസി എടുത്തോണ്ട് പോയിട്ട് കതിറ്റ് സോപ്പിട്ടിട്ട് ഉണക്കിട്ട് മടക്കിട്ട് കൊണ്ടുവന്നിട്ട് കപ്പാട്ടിന്റെ മീറ്റായ്മ വെച്ച് തരുന്നില്ലേ. എന്നിട്ട് നമുക്ക് തന്നെ അള്ളാഹുവേ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ് ചെല്ലനി. അതാ സ്നേഹം, അതാ വിരസം. ചോറുണ്ടാക്കിയ അനഫിയൊക്കെ ഒരു സ്വഭാവം നിങ്ങൾക്ക് കൊത്തുണ്ടെന്ന് അറിയാം. ഞാൻ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ കുറെ അനഫിയുടെ പോലുള്ള ചോറ് കിട്ടുന്നു. ചോറ് വെയിച്ച ഉടനെ ഓരെന്താക്കുന്നറിയോ, ഒരു തിരിയ മക്കളുണ്ടാകും. ആ കുടുംബത്തിന്റെ യജമാനൻ അവരെ ബാസിൽ വരക്കുന്ന ഒരു 2 ദുആ, ആഫിയത്ത് താ അല്ലാഹ്, ബർക്കത്ത് താ അല്ലാഹ്, അവരെ ബാസിൽ. പിന്നെയാണ് കൈ കതിലണിക്കുന്നത്. എന്നൊക്കെ ഞമ്മളെ പോരല് മൊയ്ലോദിന്റെ അന്ന് മാത്രം ഉസ്താദ് അൽ ഫാത്തിഹ ചോറ് വെച്ചിട്ടായിട്ട് അല്ലെ, മംഗളത്തിന്റെ നല്ല കാര്യം വന്ന് ഉസ്താദ് വെച്ചിട്ട് തിന്നിട്ടായിട്ട് അൽ ഫാത്തിഹ. ഇതല്ലാത്ത ഒരു വക്കത്തിന് ഒരു നേരം ഭക്ഷണം ഭക്ഷിക്കുമ്പോക്കും അവിടെ ഇരുന്ന് നമ്മളെ കിടാക്കൾ എന്തോ ആക്കണ്ടായിരിക്കും. അൽഫാത്ത് എന്ന് വിളിക്കണ്ട, അവിടെ തന്നെ കയ്യെത്തുന്നു പിള്ളേരെ ആമിയാക്കിറ. അല്ലാഹു ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കാരണം ഭക്ഷണത്തിൽ ബർക്കത്തില്ലെങ്കിൽ അത് പിന്നെ സീക്കായിട്ട് മാറും. തിന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലെങ്കിൽ പിന്നെ രോഗം ഉണ്ടാകുന്നല്ലേ. അപ്പൊ അള്ളാന്റെ ദ്വാരക്കുന്ന എപ്പോഴും ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് താ അല്ലാഹ്, ഇത് ഉണ്ടാക്കി എന്റെ ഭാര്യക്ക് നീ ആഫിയത്ത് കൊടുക്കല്ല. അപ്പൊ അയിമ ഇഖ്ലാസ് ആമീനാക്കുന്നു. ഇന്ന് ചിലപ്പോ ദ്വാരക്കുമ്പോ ഇങ്ങനെ നോക്കുക ആക്ക നോക്കട്ടെ, നമ്മൾ ദ്വാരക്കാൻ നമ്മളെ ഖിദ്മത്ത് അത്ര ആക്കുന്നില്ലേ. അതുപോലെ ഭാര്യമാരോട് ചെല്ലാനുണ്ട്. സ്വബേന്ന് പൊടിച്ചിട്ട് മോന്തിയോളം നയിച്ചിട്ട് വരുന്ന ആളുകളാണ് ഇത്. കൊട്ടുപിക്കാസിൽ പണിയെടുക്കുന്നവര്, താങ്ങാൻ കഴിയാത്തത്ര കെട്ടുപോറ് പൊറുക്കുന്നവര്, ഗൾഫിൽ പോയിട്ട് ആ അറബിന്റെ പരലി എന്തെല്ലാം പണിയെടുക്കുന്നു. മുടി പോയിട്ട് ചാണതരായിട്ട് വരുന്നു. പോകുമ്പോ ഭയങ്കര കുട്ടപ്പായിട്ടുണ്ടായി. വരുമ്പക്കാണെങ്കിലോ അളക്ക പോയി ബോളായിനി അല്ലെ, കൈക്കാളെല്ലാം ദഡ് കെട്ടിനി. ഇത്രയും അധ്വാനിക്കുന്ന ഈ ബാപ്പാന്റെ മഹത്വം മക്കൾക്ക് ഉമ്മമാർ പറഞ്ഞു കൊടുക്കണം. നിന്റെ ബാപ്പമ്മ എപ്പോ തറഞ്ഞി, നിന്റെ ബാപ്പമ്മ എപ്പോ വിളിച്ചോണോ നീ? ഈ വാക്ക് ഭാര്യമാര് തിരിയന്മാര് മക്കളോട് പറയാനേ പാടില്ല. ബാപ്പ അധ്വാനിക്കുന്ന കഷ്ടപ്പാട് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ വേസ്റ്റാക്കണ്ട. പാവം ബാപ്പയാൾ ഇത്ര നയിച്ചിട്ട് കൊണ്ടിരുന്ന അയാള് ഇങ്ങനെ ആക്കാനാവാ നീ. ബാപ്പാന്റെ മഹത്വം ഉമ്മ ചൊല്ലിക്കൊടുക്കുന്ന, ഉമ്മാന്റെ മഹത്വം ബാപ്പ ചൊല്ലിക്കൊടുക്കുന്ന, പരസ്പരം രണ്ടാളും സൗഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്ന, ഇത് കണ്ടിട്ട് കിടാക്ക് ഇങ്ങനെ പഠിക്കുന്നു. കിടാക്ക് നല്ലതാണ്. അങ്ങനെ
ബാപ്പ ഉമ്മ എപ്പോഴും പിരാന്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നവര്, അങ്ങനെ ചില പിള്ളേർ ചിലരുണ്ട്. എൻ്റെ ബാപ്പ ഉമ്മ എപ്പോഴും പിരാന്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നവര് വേണം. ചിരിയും തമാശയും. പോലീസായിട്ട് കുറിച്ചിരുന്നിട്ട് തണ്ണി കൊണ്ടോ, പ്ലേറ്റ് കൊണ്ടോ, കാട്ടുകൊണ്ട് കണ്ണ് കാണുന്നില്ലേ, പുള്ള മീൻ്റെ മുള്ളിട്ടുന്നാരി നിനക്കെന്താ പറക്കെങ്കിൽ പോയിട്ട് ഈ ഒബ്ബേട്ട് ടൈമാൻ തുണിയാത്തുന്ന കല്ലിൻ്റെ അവിടെ നിന്ന് വിളിപ്പിക്കുന്നതിന് ബദലായിട്ട് മെല്ലെ നെണിച്ച് പോയിട്ട് പറക്കെങ്കിൽ എന്താ ഞമ്മന്തോ ആക്കാല അല്ലേ? ചോറായണ ഇല്ല, മണി 2 നീ നടക്ക് സോപ്പ മൊബൈൽ എത്തുന്നുണ്ട്. നേരെ മറിച്ചിട്ട് നല്ല അടുപ്പിലിടക്ക് പോയിട്ട് എന്തായിക്കോണ്ട, ഞാൻ ചോറായിക്കോണ്ട, എന്നാ തറക്കാരെല്ലാം കൊണ്ടെങ്കിലൊക്കെ ഞാൻ മുറിച്ച് തരുന്ന തുണി എത്തിക്കോണല്ലേ. അയിമ വന്നിട്ടില്ലല്ലേ, അയിമ വന്നിട്ടില്ലല്ലേ, അല്ല സലാമത്തായി അതല്ലേ തുണി തുണി എത്തിക്കോള. തിരിഞ്ഞു നോക്കുന്നു, വന്നിട്ട് ഇക്കോളോ ഇയാളിങ്ങനെ ചെന്ന് നോക്കുന്നു, അല്ല കാത്തു. അപ്പൊ അയിമൊരു പണിയിൽ ഏർപ്പെടുമ്പോ ഞമ്മ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം. നമുക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ട് തുടക്കം പോകുന്നുണ്ടെങ്കിൽ അയിമ നമ്മളെ സഹായിക്കണം. പരസ്പരം സഹായത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ കുടുംബം നല്ല കുടുംബമായിട്ട് മാറുന്നത്. പെണ്ണുങ്ങ എപ്പോഴും ലേറ്റായിട്ടേ അവർ ചിന്തിക്കുന്നത്. നമ്മ പറഞ്ഞ ഇവിടെ ഉണ്ടായി 8 മണിക്ക് 10 മണിക്ക് ഞങ്ങൾക്ക് പോകുന്നുണ്ട്, ചോർക്ക് കൊത്തുണ്ട്. നമ്മൾ വേഗം ഡ്രസ്സെല്ലാം ആക്കി ബൈക്കിലിരുന്ന് അല്ലെങ്കിൽ കാർ സ്റ്റാർട്ടാക്കുമ്പോൾ അയ്യോ പണി കൊടുത്ത് പാഞ്ഞോട് നീ ഒരില്ല മുളവില്ല, എൻ്റെ ഭാഷയില്ലാത്തത് ഇത്ര നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നിനക്ക് അപ്പ ചെല്ലിറാഞ്ഞല്ലേ നിനക്ക്. അല്ല ഞാൻ മുടിപ്പൊക്കെ പോന്നു, ഓക്ക് ചെറുപ്പമാണ് ഓന്താ അപ്പ ചെല്ലിട്ടില്ല. ഞാൻ വണ്ടി നമ്മ ഇങ്ങനെ മുടിപ്പല്ല പാസ്സായിട്ട് അപ്പുറം എവിടെ പോന്നു, ധാരാളം ഘട്ടം പറ്റി പോന്നു. കുറച്ചപ്പുറം എന്നിട്ടാ ചെറുപ്പ വണ്ടി ആ പീഡിയ പാസ്സായിട്ട് അതിന് നടന്നോണ്ട് വന്നില്ല, അല്ലെങ്കിൽ കാറിൽ വന്നില്ല. അപ്പം എന്തോ ബായി തുറക്കുന്നില്ല, കുറെ അപ്പുറത്ത് പൂവാ വണ്ടി, ബാഗാ വണ്ടി. അപ്പൊ ഞാൻ കരസ വരുന്നു അതിലെല്ലാം വന്നല്ലാണ് നിനക്ക് അപ്പ ചെറുതായിട്ടില്ല. അരസം വേണ്ട, അവർ എപ്പോഴും ബാക്ക്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. പെണ്ണ് പുരുഷനെക്കാളും എപ്പോഴും ബുദ്ധിയിലും ശരീരത്തിലും ശക്തിയിലും എല്ലാത്തിലും ബാക്കാണ്. അത് എല്ലാ വിഷയത്തിലും. ഉദാഹരണം, ഒരു പുരുഷന് വികാരം ഉണ്ടാവണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? ഈ നാട്ടിൽ BSNL ഐഡിയ മറ്റേ ഇതൊരു ടവറില്ലേ, ആ ടവർ കുത്താവണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? കേൾക്കുന്നത് മിനിറ്റ് വേണം. ഈ നാട്ടിൽ അങ്ങനത്തെ സംഭവം ഇല്ല. ചെറിയൊരു സമയം വേണ്ടിയേ പുരുഷന്റെ വികാരത്തിന്റെ മൂർച്ചയിലേക്ക് എത്താൻ ചെറിയ ഒരു സമയം. പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ കുറെ വിനോദ ബഹളം മൊത്തമില്ല, ഇല്ലെങ്കിൽ കുറെ ചെല്ലാനുണ്ടായി. അപ്പൊ ചെറിയൊരു സമയം വേണ്ടിയ. എന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് പെണ്ണെത്തണമെങ്കിൽ കുറഞ്ഞത് 8 മിനിറ്റ് വേണം. അവരുടെ ശരീരത്തിന്റെ പ്രകൃതി അങ്ങനെ. പുരുഷനെത്തിയ ആ വികാരത്തിന്റെ മൂർച്ചയിലേക്ക് പെണ്ണെത്തണമെങ്കിൽ 8 മിനിറ്റ് വേണം. അതാണ്. അപ്പൊ ബുദ്ധിയില്, പിന്നെ ശഹവത്തിന്റെ വിഷയത്തില്, ശരീരപ്രകൃതിയില്, ശക്തിയില് എല്ലാം അവൾ പിന്നിലാണ് എന്ന സത്യം മനസ്സിലാക്കിയ ഒരു മാപ്പിള, ഒരു ഭർത്താവ് വളരെ ഗലാട്ടാക്കാല ഇങ്ങനെ അല്ലേ ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്ന നിനക്ക് ഉപ്പാടെന്ത് ചൊല്ലോ, നീ മരിച്ചിനെ, നീ പോയി എന്ത് കേൾക്കണ്ട. അപ്പോഴാണ് നീ ചൂടാന്നേ, അപ്പൊ പറയേണ്ടി വരുന്നേ ഇത് കിടാക്ക നോക്കുന്നു, കിടാക്ക തന്നെ പഠിക്കുന്നേ. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും നല്ല സ്വഭാവത്തിൽ പെരുമാറുമ്പോൾ ആ ജനിച്ചു വളർന്ന കുട്ടികളും നല്ല സ്വഭാവത്തിലായിട്ട് തന്നെ വരുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അത്തരത്തിലുള്ള കുടുംബത്തിലാണ്, സന്തോഷമുള്ള കുടുംബത്തിലാണ് സന്തോഷമുള്ള പ്രൊഡക്റ്റുകൾ, സന്തോഷമുള്ള കുട്ടികളെ, റാഹത്തുള്ള മക്കളെ ജനിക്കുന്ന അത്തരത്തിലുള്ള കുടുംബത്തിൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മകള് റസൂലുള്ളാഹിന്റെ പുരക്ക് ഫാത്തിമ ബീബി വന്നെങ്കിലേ മുത്തുനബി ഇരുന്നടന്ന് ഓടിട്ട് പോയിട്ട് ഫാത്തിമാന്റെ കൈ ഇങ്ങനെ ചുംബിച്ചിട്ട് കൈ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ റസൂലുള്ള ഇരിക്കുന്ന ജാഗരി മോളിലുള്ള പിരിസം ഞമ്മളെ മോ ബാണ്ടി പോയ പുരക്ക് വന്ന അതായിരുന്നു കാറ് വന്നറി വന്നളാ അസാ വെരി 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 ഈ വെരി 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 അല്ലാതെ ബാപ്പ ഇരുന്നടുത്ത് പോയിട്ട് മോളെ കൈ പിടിച്ചിട്ട് ഒരു ചുംബൻ പണ 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 പണ. അത് നല്ല ഈ നല്ലവത്തിലെ കുറെ പോന്ന ഞമ്മ മുത്തനബിക്ക് നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ഫാത്തിമാന്റെ പുരക്ക് പോകുമ്പോക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പുരക്ക് പോകുമ്പോക്കും രണ്ട് ഇങ്ങനെ ബാപ്പ വന്ന സാത്തിന് ഇമ പോയി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമുത്തി നബി തങ്ങളുടെ കൈനെ തോളിന്റെ ഇടക്കിട്ടിട്ട് ബാപ്പാന്റെ കൈനെ അയിമന്റെ തോളിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ട് ബാപ്പനെ പിടിച്ചോണ്ട് വരുന്നു. ബത്തിരുത്തി
ഈ സന്തോഷങ്ങൾ കണ്ടിട്ടാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇതെല്ലാം വളർന്നു വരുന്നത്. ഈ ഉപ്പാപ്പൻ്റെതും ഉമ്മൻ്റെതും ബാപ്പന്റെ സ്വഭാവങ്ങളെ കണ്ടിട്ട് അവിടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളായിരുന്നു അവരെ സംസാരം തന്നെ. ആഖിറത്തിന്റെ സംസാരം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമനെ വിളിച്ചു മെല്ലെ കുട്ടിച്ചെല്ലു റളിയല്ലാഹു അൻഹ മെല്ലെ കുട്ടിച്ചെല്ലു അയിമ ചോറ് കരഞ്ഞു. കുറച്ചു നേരം നമുക്ക് ഇപ്പുറത്തെ കാലത്തിൽ വേറൊരു കുട്ടിച്ചെല്ലി അയിമ സന്തോഷിച്ചു. സംഭവം തിന്നിട്ട് പിന്നെ ഒരാൾ കേട്ടു ഇതിന്റെ വിഷയം എന്തെന്ന്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലി ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ എൻ്റെ മരണത്തിന്റെ സമയമെത്തി, ഈ ദുനിയാവ് വിട്ടുപോകാനുള്ള സമയമെത്തി. ഇത് ചൊല്ലിയപ്പോ അയിമക്ക് ബേജാറിന് ദുഃഖം വന്നിട്ട് അയിമ കരഞ്ഞു. രണ്ടാമത്തെ ഒരു കുട്ടി ചൊല്ലില്ലേ എന്തറിയുവാ, ഞാൻ പോയതിന്റെ ശേഷം എൻ്റെ അടുക്കലേക്ക് വരുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ഭയങ്കര വശയായി മക്കൾ നോക്കി പാപ്പയും മോളും ഉണ്ട്. ഇങ്ങനത്തെ വെക്കാം ആഖിറത്തിന്റെ വിഷയം, സ്വർഗത്തിന്റെ വിഷയം, ഖബറിന്റെ വിഷയം, ഇത് ഇങ്ങനത്തെ ഉഖ്റവിയായ സംസാരങ്ങൾ നടക്കുന്ന വീട്ടിൽ ആ മക്കൾ ഉറപ്പന്നെ ഇനിയിപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ചെങ്കിൽ ഇനി കുറച്ചും കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ കേൾക്കുന്നു നിങ്ങളെ 8 മക്കളിൽ നിങ്ങൾ 5 മക്കളിൽ സ്വർഗത്തിന്റെ മക്കളായിട്ട് എത്ര മക്കളോട് കേൾക്കുമ്പോൾ മാഷാ അല്ലാഹ് എൻ്റെ 5 കിടാക്കളും ആറൂപ്പത്തിനോട് ചൊല്ലാൻ കഴിയും. ഇപ്പോഴാണ് നമുക്കൊരു പേടി വരുന്നത്. അപ്പൊ ഈ നിലക്ക് നമ്മളെ വർത്തനുണ്ടെങ്കിൽ മക്കൾ നന്നായി വരും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുന്നുണ്ട്, കുറെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മളെ അവസ്ഥ എല്ലാവർക്കും ഓർക്കുന്നുണ്ട്. സ്വന്തത്തിൽ കുറേ തെറ്റും കുറ്റം ചെയ്ത് ജീവിച്ച ആളുകളാണ് നമ്മൾ. അല്ലെ, ഇവിടെ കിബറുണ്ട്, അസൂയുണ്ട്, അഹംഭാവമുണ്ട്, നമ്മളെ ഇടപാട് കുറേ ഹറാമ്യത്തിന്റെ ഇടപാട് ബഡ്ഡി. പിന്നെ നമുക്ക് വിഷയം തന്നെ പണ്ട് ഒരു ലൈഫായ ഹദീസിൽ പഠിച്ച ഒരു ഓർമ്മയുണ്ട്. ചെറിയിരിക്കുമ്പോൾ ബഡ്ഡി ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നില്ലേ, ലോൺ എന്താക്കിയത് എങ്ങനെ പറയാ കിട്ടിയ ഞാനൊരു 10 ലക്ഷം കയ്യിലുണ്ടായി, ഒരു 13 ഞാൻ ഈ ബാങ്കിൽ നിന്ന് എടുത്തേ. ഞാൻ എത്ര ഈസി നമുക്ക് ചില ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അത് മുത്താവേണ്ടതാ കെട്ടണമല്ലോ ബഡ്ഡി. അവിടെ ഈ ബഡ്ഡിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ലൈഫായ ഹദീസിൽ പഠിച്ചത് ഓർമ്മ. ഒരാള് ഉമ്മനെ വിളിച്ചോണു മക്കത്തേക്ക് പോയി. മക്കത്തേക്ക് പോയിട്ട് പരിശുദ്ധ കാബാന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് അവന് കിട്ടി. ഉമ്മാനെ കൊണ്ടുപോയിട്ട് കാബാന്റെ ഉള്ളിലേക്ക് പോയി. ആ കാബാന്റെ ഉള്ളിൽ സ്വന്തം ഉമ്മയുമായിട്ട് അവൻ വ്യഭിചരിച്ചു. എത്ര വലിയ ഘോര അപരാധമല്ലേ, എത്ര വലിയ തെറ്റല്ലേ. ഇവനെ അല്ലാഹു തആല കൊടുക്കുന്നതിനേക്കാളും 70 ഇരട്ടി യാറെ ശിക്ഷയാണ് ബഡ്ഡിയുമായിട്ട് ബന്ധപ്പെട്ടവൻ അല്ലാഹു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കി, സ്വന്തം ഉമ്മാനെ കൊണ്ടുപോയിട്ട് പരിശുദ്ധ കാബാന്റെ ഉള്ളിൽ സിന ചെയ്തവന് ഏത് ശിക്ഷയാണോ അള്ളാഹു കണക്കാക്കുന്നത് അതിന്റെ 70 ഇരട്ടി ശിക്ഷയാണ് ബഡ്ഡി വ്യവഹാരമാക്കുന്ന ആൾക്ക്, ബഡ്ഡി കൊടുക്കുന്ന ആൾക്ക്, ബഡ്ഡി എടുക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ. ഇത് നമ്മളെ മനസ്സിനെ തട്ടുന്ന സുലാഭത്തിൽ. നീ എന്താക്കിയാണ്, ഞാൻ 2 വളയുണ്ടായി അതിനെ പണം വെച്ചിട്ട് എടുത്ത ഞാൻ അവിടെ കിട്ടേണ്ട ബഡ്ഡി. നമുക്ക് പേടിയാണെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നാറുന്ന കുറേ ദോഷങ്ങളെ കൊണ്ട് നമ്മളെ ഖൽബ് കറുത്തിന്. അതൊന്നും ഉജ്ജണ്ടേ, അതൊന്നും ക്ലീൻ ആക്കണ്ടേ. അത് ക്ലീൻ ആക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ക്ലാസ് നിർത്തുന്നു. എല്ലാവർക്കും കണ്ണു ചിമ്പി, 2 കണ്ണു ചിമ്പി. പരിശുദ്ധ മദീന, പച്ചക്കുബ്ബ, അതൊന്നും മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരില്ല. മദീനത്തെ പച്ചക്കുബ്ബ, പച്ചക്കുബ്ബ, അല്ലാഹ് റൗളാന്റെ പച്ചക്കുബ്ബ, അതിങ്ങനെ മനസ്സിൽ വരട്ടെ, എല്ലാവരും മനസ്സിൽ വരട്ടെ. പാത്തൂരിൽ ഈ പേരൻസ് മീറ്റിങ്ങിൽ വന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മദീനത്തേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഞമ്മ ഇങ്ങനെ പോയി 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 മസ്ജിദുൻ നബവിന്റെ അങ്കണത്തിലേക്ക് നമ്മളെത്തി. മസ്ജിദുൻ നബവിന്റെ പള്ളിന്റെ ജാളക്ക് ഞമ്മെത്തി. അവിടെ ഒരു ബാദറുണ്ട്, അതിന്റെ പേരാണ് ബാബു സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന ഒരു ബാദർ. നമ്മളെല്ലാവരും അവിടേക്ക് പോയി എത്തി എത്തി എത്തി. ആ വാതിലിലൂടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അങ്ങനെ നല്ല എതിർക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന പരിശുദ്ധ റൗള ഷരീഫിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തി. അപ്പുറത്തും ഇപ്പുറത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നിട്ടുണ്ട്. ഒരു പോലീസും ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല, ഞമ്മ മാത്രം
പാത്തൂർക്കാറായി ഞമ്മ മാത്രം അവിടെ ഉള്ള ഖൽബ് സന്തോഷിക്കുന്നു. ഞമ്മൊന്നും നല്ല മനസ്സിൽ റസൂലുള്ളാഹിനെ വിളിച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. നമ്മ ഇങ്ങനെ സലാം ചൊല്ലിക്കോണുണ്ട്. കുറേ നേരം ഞാൻ എല്ലാവരുടെ നിന്ന് അപ്പോളതാ പരിശുദ്ധ റൗളയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തു വന്നു. നല്ല പ്രകാശം, നല്ല വെളിച്ചം, നല്ല കസ്തൂരിനേക്കാളും പരിമളമുള്ള സുഗന്ധമുള്ള ഒരു വെളിച്ചം ഇങ്ങനെ പുറത്തേക്ക് വന്ന് 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 നമ്മളെല്ലാവരും തലൻ്റെ മേലെ ഇങ്ങനെ നിന്ന്. നമ്മളെ സന്തോഷത്തിന് കൈയും കണക്കില്ല. അത് മെല്ലെ ഉള്ളിലേക്ക് ഇറങ്ങി 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 നമ്മളെ ഹൃദയത്തിലേക്ക് വന്നിട്ട് ഇറങ്ങി. അതിങ്ങനെ ചുറ്റിട്ട് നോക്കി. വഞ്ചന, കളവ്, കട്ടത്, വ്യഭിചരിച്ചത്, സെക്സ് ഫിലിം നോക്കിയത്, മാപ്പിളക്ക് വഞ്ചിച്ചത്, ഭാര്യക്ക് വഞ്ചിച്ചത്, ബട്ടി എടുത്തത് കൊടുത്തത്, നിസ്കരിക്കാത്തത്, നോമ്പ് പിടിക്കാത്തത്, തെറ്റിൻ്റെ കൂമ്പാരം കാണുന്നവിടെ ഹൃദയത്തിൻ്റെ മുക്കുമൂലക്കും ആ പ്രകാശം ഇങ്ങനെ ചുറ്റി നടക്കുന്നു. എല്ലാ ജാതിയും കറുത്തിട്ട് കറുത്തിട്ട് കാണുന്നു. ആ പ്രകാശം നമ്മളോട് കേൾക്കുന്നു, മോനെ മോളെ ഇതൊന്ന് കഴുകി ശുദ്ധിയാക്കട്ട. ഞമ്മ ആവൂന്ന് ചൊല്ലി ആ വെളിച്ചം മെല്ലെ മെല്ലെ ഉജ്ജാൻ തുടങ്ങി. ഞമ്മ നിസ്കരിക്കാത്ത, ഞമ്മ നോമ്പ് പിടിക്കാത്ത, കട്ടത്, കളവ് ചെല്ലത്, അരിസപ്പെട്ടത്, ആളാൾക്ക് അന്യായാക്കിയത്, എന്തെല്ലാം ദോഷപ്പെടാം അതെല്ലാം മെല്ലെ 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 പ്രകാശം മായ്ച്ചു കളയുന്നു. എടുത്ത് ഉജ്ജി ഉജ്ജി ഏകദേശം നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കിയിട്ട് ആ പ്രകാശം കേട്ട് ഇനി ഞാനിപ്പോൾ പോട്ട മോളെ, ഞാനിപ്പോൾ പോട്ടമ്മ, ഞാൻ ആവൂന്ന് ശരി കണ്ടു പറയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗളയിൽ നിന്ന് ഒരു പ്രകാശം നമ്മളെ ശരീരത്തിലേക്ക് വന്നിട്ട് നമ്മളെ ഉജ്ജിനെ ചെല്ലുമ്പോൾ നമുക്കായൊരു സന്തോഷം, കുസി, ഒരു ഫീലിംഗ്. നമ്മൾ മദീനയ്ക്ക് എത്തിയ പോലെ അവിടെ എന്തോ ഒരു പ്രകാശം വന്നിട്ട് നമ്മളത് ശുദ്ധിയാക്കിയതുപോലെ അല്ല, അങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നില്ല ഇപ്പം അല്ലേ. എന്നിട്ട് ഇനി ഈ ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇനിയും പണ്ടത്തെ അതേ ദോഷങ്ങളെ വലിച്ചിട്ടെങ്കിൽ മനസ്സ് കിടക്കായെങ്കിൽ പിന്നെയും ഉജ്ജുന്ന പണിയാക്കാതെ ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും ഞാൻ നന്നാന്നേ, എൻ്റെ പിള്ളേരെ നല്ല നിലക്ക് വളർത്തുന്നേ, ഞാനൊന്ന് നന്നായിട്ട് കാണുന്നത്, ഇനി വക്ത് പള്ളിക്ക് ഞാൻ പോകുന്നേ, എല്ലാവരോടും സൗമ്യമായിട്ട് ഉസ്താദുമാരോടും ടീച്ചർമാരോടും ഭാര്യയോടും ഭർത്താവിനോടും നല്ല നിലക്ക് പെരുമാറുന്ന തീരുമാനിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ നന്നാക്കി തരും. അങ്ങനെ നന്നാക്കി തരട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, നിന്റെ സ്വാലിഹ്യങ്ങൾ ഞങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹക്ക് പോലെ ഞങ്ങളെ മക്കളെ വളർത്താൻ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ബാപ്പമാർക്കും ഉമ്മമാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാം സ്വർഗത്തിന്റെ അഹ്ലിക്കാരാക്കണേ അല്ലാഹ്. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ ദോഷങ്ങളെയും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ടും ഇവിടെ വന്നുപോയ സയ്യിദിന്റെയും കൂടെയുള്ള ആലിമികളെ ബർക്കത്ത് കൊണ്ടും ഞങ്ങൾക്ക് നീ മാഫാക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും വേണ്ടി വന്നെങ്കിൽ എപ്പോഴും ഒരുക്കാം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. കുറേ പഠിക്കേണ്ട വിഷയമുണ്ട്. ആ വിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ട് അതുപോലെ മക്കളെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.